ഏകാന്തത അത് മനുഷ്യനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിക്കുമെന്നറിയോ? കുറേ കാര്യങ്ങൾ ചെയ്യിക്കും. പിന്നീട് ആലോചിച്ച് നോക്കുമ്പോൾ നമുക്ക് വലിയ ക്രിഞ്ച് പരിപാടിയൊക്കെ ആയി തോന്നാൻ സാധ്യതയുള്ള കുറേ കാര്യങ്ങൾ. അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൊരു കാര്യം പറയാം. എൻ്റെ ലൈഫിലെ വൺ ഓഫ് ദി മോസ്റ്റ് ക്രിഞ്ചസ്റ്റ് എപ്പിസോഡ് എന്ന് ചില ആളുകൾക്ക് തോന്നുമായിരിക്കും. പക്ഷേ ഇന്നത്തെ ഞാൻ അന്നത്തെ എന്നെ ആലോചിക്കുമ്പോൾ അവന് വേറെ വഴിയില്ലായിരുന്നു എന്ന് തോന്നിപ്പോവും. എനിക്ക് 20ാമത്തെ വയസ്സിലാണ് ജോലി കിട്ടുന്നത്. നമ്മളീ പല ആളുകളും പറഞ്ഞു കേട്ടിട്ടുണ്ട്, കുട്ടിക്കാലം മുതലേ 1ാം ക്ലാസ് മുതൽ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് പഠിച്ച കൂട്ടുകാരാണ്, ഞങ്ങൾ ഒരേ നാട്ടുകാരാണ് എന്നൊക്കെ പറയുന്ന പോലെ. പക്ഷേ എനിക്ക് അങ്ങനെയുള്ള കൂട്ടുകാരൊന്നുമില്ല. കാരണം ഓരോ വർഷം അച്ഛന് ട്രാൻസ്ഫർ കിട്ടുമ്പോൾ അതിനുള്ള പ്രൊമോഷനും ഇടയ്ക്ക് കിട്ടാറുണ്ട്. സ്വാഭാവികമായും ആ മനുഷ്യൻ മക്കളെയും ഭാര്യയൊക്കെ എപ്പോഴും കൂടെ കൊണ്ട് നടക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഓരോ തവണ ട്രാൻസ്ഫർ ആകുമ്പോഴും ഞാൻ ഓരോ തവണ സ്കൂൾ മാറിക്കൊണ്ടിരിക്കും, സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കും, ജില്ലകൾ തന്നെ മാറിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ഈ ബാല്യകാലം മുതലുള്ള സുഹൃത്തുക്കൾ എന്ന് പറയാൻ മാത്രമുള്ള സുഹൃത്തുക്കൾ എനിക്ക് കാര്യമായിട്ടുണ്ടായിട്ടില്ല. വൈകുന്നേരം 6 മണിക്ക് മുമ്പ് വീട്ടിൽ കയറണം എന്ന് പറയുമ്പോൾ രാവിലെ സ്കൂള്, അത് കഴിഞ്ഞ് ട്യൂഷൻ, ഇത് കഴിഞ്ഞിട്ട് പിന്നെ എപ്പോഴാണ് കളിക്കാൻ പോവുക. അങ്ങനെ കളിസ്ഥലത്തൊന്നും എനിക്ക് കാര്യമായ കൂട്ടുകാരെ കിട്ടിയിട്ടില്ല. പിന്നെ ഡിഗ്രിക്ക് ജോയിൻ ചെയ്ത സമയത്ത് എണ്ണി പെറുക്കാൻ 2-3 കൂട്ടുകാർ. അവിടെയും പ്രേമത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു. ഒരു കാര്യമില്ലായിരുന്നു, സൗഹൃദങ്ങൾ വളരെ കുറവായിരുന്നു. അങ്ങനെ ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ജോലി കിട്ടി. കണ്ണൂരായിരുന്നു ജോലി കിട്ടിയത്. ഞാൻ അതുവരെ താമസിച്ചിരുന്നത് എറണാകുളത്താണ്. എനിക്ക് എന്തെങ്കിലും സൗഹൃദങ്ങളോ വേരുകളോ ഉണ്ടെങ്കിൽ അത് അവകാശപ്പെടാനുള്ളത് എറണാകുളത്ത് മാത്രമാണ്. അങ്ങനെ കണ്ണൂരേക്ക് പോകുന്നു. എറണാകുളത്ത് നിന്ന് ഏതാണ്ട് 6-7 മണിക്കൂർ നമ്മൾ ട്രെയിനിലിരുന്ന് എത്തേണ്ടുന്നൊരു സ്ഥലം. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല. എറണാകുളത്ത് നിന്ന് ആ സമയത്ത് 2010 കണ്ണൂരെന്ന് പറയുമ്പോൾ നമുക്കങ്ങനെ ഹാങ് ഔട്ട് ചെയ്യാൻ സ്ഥലമോ അങ്ങനെയുള്ള സാഹചര്യങ്ങളോ ഇല്ല. എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ എന്നെക്കാൾ ഒരുപാട് മുതിർന്ന ആളുകളുമാണ്. പെട്ടെന്ന് അങ്ങ് ഒറ്റപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഭീകരമാം വിധം തന്നെ എനിക്ക് അനുഭവപ്പെടുകയും ചെയ്തു. എല്ലാവരും നമ്മളെക്കാൾ ഏജുള്ള ഫാമിലി ആയിട്ടൊക്കെ ജീവിക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അതിലെൻ്റെ മാനേജർ അരുണായിരുന്നു. അരുൺ എന്നോട് ആദ്യ ദിവസം മുതലേ വളരെ സ്നേഹത്തിലാണ് പെരുമാറുന്നത്. കാരണം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന കൂട്ടത്തിൽ അരുൺ ഉണ്ടായിരുന്നു. അരുൺ എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടതും കൂടി കൊണ്ടായിരിക്കാം. അപ്പോൾ ആദ്യത്തെ ഒരാഴ്ച അരുൺ എന്നോട് നല്ല സ്നേഹത്തിലൊക്കെ പെരുമാറുന്നു. ഞങ്ങൾ നല്ല ജോളിയായിട്ട് പോകുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതായത് നമുക്ക് ആരുമില്ല, ഒന്നുമില്ല എന്ന് വിചാരിക്കുന്നിടത്ത് 1-2 ആൾക്കാർ നമ്മളോട് കമ്പനി ആകുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു അടുപ്പമുണ്ടല്ലോ. ഞാൻ ഒരു ഞായറാഴ്ച അരുണിന് മെസ്സേജ് അയക്കുകയാണ്. അരുണിനെ വിളിച്ചു, എന്താണ്, എവിടെയാണ്, ഇന്ന് എന്താണ് പരിപാടി എന്നൊക്കെയുള്ളത്. അദ്ദേഹം ആ സമയത്ത് ഇപ്പോൾ അദ്ദേഹം സംവിധായകൻ കൂടിയാണ്. അപ്പോൾ തിരക്കഥകൾ എഴുതുന്നുണ്ട്, വേറെ ഒരുപാട് പരിപാടികളുണ്ട്. വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ ഫാമിലി കൂടെ ഇല്ല. പക്ഷേ ഞാനിങ്ങനെ വിളിച്ച് ചോദിച്ചു, അപ്പോൾ കൂട്ടുകാരോ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എന്നെയും കൂടി കൂട്ടാമോ എന്ന് ഞാൻ ചോദിച്ചു. അവരുടെ ആ സൗഹൃദ കൂട്ടായ്മയിൽ ഞാൻ ചേരില്ല. ഞാനത് ചോദിക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ 10-20 വയസ്സുള്ളൊരു ചെക്കന് എങ്ങനെയെങ്കിലും ആരുടെയെങ്കിലും കൂടെയൊക്കെ ഒന്ന് പുറത്ത് പോകണം. ഞാൻ എൻ്റെ ലോഡ്ജ് മുറിയുടെ, ഞാൻ താമസിച്ച മുറിയുടെ കാര്യം പറയാനാണെങ്കിൽ ഒരു ഡബിൾ കോട്ട് കട്ടിലിട്ട് കഴിഞ്ഞാൽ ഒരാൾക്ക് ഇങ്ങനെ നടക്കാനുള്ള സ്പേസ് ഉണ്ടെന്ന് പറയാൻ പോലത്തെ ഒരു മുറി, ഒരു കുളിമുറി, ഒരു മേശ, ഒരു കുഞ്ഞലമാര. ഇതാണ് ഞാൻ താമസിച്ചിരുന്ന മുറി. ബെഡ്ഷീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ആശുപത്രിയിൽ ഇരിക്കുന്ന പച്ച കളർ ഷീറ്റില്ലേ, കട്ടിയുള്ള ആ ഷീറ്റും അതിൻ്റെ 2 തലേണയും പിന്നെ ഞാനും. അങ്ങനെയാണ് ആ മുറിയിൽ താമസിക്കുന്നത്. എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോകണം, പക്ഷേ ഒരു സ്ഥലവും അറിയില്ല. കയ്യിലാണെങ്കിൽ ദമ്പടി വളരെ കുറവാണ്. എന്തെങ്കിലും ഹോബി ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ ഒന്നുമില്ല. ഞാനിങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഞായറാഴ്ച ഇതുപോലെ പരിചയമില്ലാത്തൊരു നാട്ടിൽ ഞാൻ എൻ്റെ ഫോണൊക്കെ നോക്കിയിരുന്നുണ്ട്. ആരെങ്കിലും എന്നെ വിളിക്കുമായിരിക്കും, വിളിക്കുമ്പോൾ സംസാരിക്കാമെന്ന് പറഞ്ഞിട്ട് വിളികളൊന്നും വരാനില്ല. ആരെയും വിളിക്കാനും മാത്രം അങ്ങനെ ഫോൺ വിളിച്ച് കുറേ നേരം കത്തി വെച്ചിരിക്കുന്ന കൂട്ടുകാരും ഇല്ല, ശീലവും ഇല്ല. ഞാൻ അരുണിന് അന്ന് അയച്ചൊരു മെസ്സേജാണ്, അരുൺ നിങ്ങൾക്ക് എന്നെ സ്വന്തം അനിയനായി കൂട്ടാമോ? ഞാൻ നിങ്ങളുടെ അനിയനായിക്കോട്ടെ, നിങ്ങളെ ഞാൻ എൻ്റെ ചേട്ടനായി കണ്ടോട്ടെ. അരുൺ അതിനെനിക്ക് ഏറ്റവും മാന്യമായ രീതിയിലാണ് റിപ്ലൈ തന്നത്. നമ്മൾ സഹപ്രവർത്തകരാണ്, ഫ്രണ്ട്സാണ്, നമുക്ക് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട്, ലോകമുണ്ട് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയച്ചു. പക്ഷേ എനിക്കന്നതൊന്നും മനസ്സിലാക്കാനുള്ള വിവരമില്ലായിരുന്നുണ്ട്. എന്നെ നിങ്ങൾ എൻ്റെ സഹോദരനായി കാണുമോയെന്ന് ചോദിച്ചപ്പോൾ റിജക്റ്റ് ചെയ്തതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അതൊരു 2-3 ദിവസം എന്നെ അതിഭീകരമായി ബാധിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും കുറേ സമയമെടുത്തു നമ്മൾ ഈ ഏകാന്തതയുമായി ഈ ഒത്തുപോകാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് ഓടി നടന്നിരുന്ന ഞാൻ ഇന്നിപ്പോൾ 25 വർഷം പഴക്കമുള്ള ഒരു സിനിമ കണ്ടപ്പോൾ അതിൽ ഞാൻ ആലോചിച്ചു, എന്താണ് മോനപ്പൻ്റെ പ്രശ്നം? അനാഥത്വമാണോ അവൻ്റെ പ്രശ്നം, അതോ ഏകാന്തതയാണോ അവൻ്റെ പ്രശ്നം? ഞാൻ മനസ്സിലാക്കുന്ന അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന് പറയുന്ന സിനിമയിലെ മോനപ്പൻ എന്ന കഥാപാത്രം അവനെ അനാഥത്വത്തെക്കാൾ കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഒരു ഏകാന്തതയായിരിക്കും. ആ ഏകാന്തത ഉണ്ടാകുന്നത് ചുറ്റും ആരും ഇല്ലാത്തതുകൊണ്ടല്ല. നിങ്ങളൊരു ഉത്സവപ്പറമ്പിൻ്റെ നടുക്ക് ചെന്ന് നിന്നാലും നിങ്ങൾക്ക് ഏകാന്തത ഫീൽ ചെയ്തു എന്ന് വരും, ഒറ്റപ്പെടൽ അനുഭവിച്ചു എന്ന് വരും. ഒറ്റയ്ക്കിരിക്കലും ഒറ്റപ്പെടലും രണ്ടും രണ്ടാണ്. മോനപ്പനെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരുപാട് കന്യാസ്ത്രീമാരുണ്ട്. കൊച്ചുമോനെ പോലെ ഇഷ്ടപ്പെടുന്ന അമ്മൂമ്മമാരും അപ്പൂപ്പന്മാരും എല്ലാവരും ഉണ്ട്.
പക്ഷേ അവൻ്റെ പ്രായത്തിലുള്ള അവന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന അവൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ചില ആളുകൾ, ചില ബന്ധങ്ങൾ അതില്ലാത്തത് കൊണ്ട് അവൻ അനുഭവിക്കുന്ന ഏകാന്തതയുണ്ടല്ലോ, അതാണ് ഈ സിനിമയിലുടനീളം എനിക്ക് കാണാൻ പറ്റിയത്. ആ ഏകാന്തത അവസാനിക്കാൻ പോകുന്നു എന്നറിയുമ്പോഴുള്ള സന്തോഷമാണ് ആ സിനിമ എനിക്ക് തന്നത്. നമ്മൾ പറഞ്ഞു വരുന്നത് 2020 ഏപ്രിൽ 14 റിലീസായിട്ടുള്ള അയ്യപ്പൻ്റെ അമ്മ നെയ്യപ്പൻ ചുട്ടു എന്ന സിനിമയെക്കുറിച്ചാണ്. മാത്യു പോളാണ് ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത്. ദി ലെജൻഡറി എന്ന് വിളിക്കാവുന്ന വേണു, അദ്ദേഹമാണ് ഈ സിനിമയ്ക്ക് വേണ്ടി ക്യാമറ ചലിപ്പിച്ചിട്ടുള്ളത്. ശരത് സാറിൻ്റെ സംഗീതമാണ്. ഇന്നും ആ സിനിമയിലെ മ്യൂസിക് ബിറ്റുകൾ ഓരോന്നും കേൾക്കുമ്പോൾ, പ്രത്യേകിച്ച് വളരെ ഇമോഷണലായി വരുന്ന സിറ്റുവേഷനിലെ മ്യൂസിക് ബിറ്റുകൾ കേൾക്കുമ്പോൾ അതത്രയും ഹൃദയത്തിൽ കൊള്ളുന്നത് പോലെയാണ്. ശരത് സാർ അതിഗംഭീരമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. കുട്ടികളുടെ സിനിമയാണ് എന്നാണ് പൊതുവെ ഒരു വെപ്പെങ്കിലും ഞാൻ പറയുന്നത് ഇത് കുട്ടികളുടെ സിനിമയല്ല, ഇത് നമ്മുടെ സിനിമ. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു ഇന്നർ ചൈൽഡുണ്ട്. ആ ചൈൽഡ് ആഗ്രഹിച്ചിരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ഇന്ന് നമ്മൾ ലൈഫിൽ ഒരുപാട് മിസ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, അതൊക്കെ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന നമ്മളുടെ ചൈൽഡ്ഹുഡ്, നമ്മുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡ് എന്ന് പറയുന്നത് അയാളൊരു ചൈൽഡ്ഹുഡ് കടന്നിങ്ങനെ വന്നതാണ്. ആ ചൈൽഡ്ഹുഡിൽ നമ്മൾ ആഗ്രഹിച്ചിരുന്ന, നമുക്ക് കിട്ടാതെ പോയ, ഒരുപക്ഷെ ഇപ്പോൾ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയെ ഇൻഡെപ്ത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് ഇപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. അതിനകത്ത് എനിക്ക് വിയോജിപ്പുള്ളൊരു കാര്യത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് നമുക്ക് തുടങ്ങാം. വിയോജിപ്പല്ല, അതിലെ ചില കാര്യങ്ങൾ നമുക്കിങ്ങനെ യോജിക്കാൻ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്ന് ഒരു സംശയം തോന്നുന്നൊരു ഘടകമാണ്. നമുക്ക് ആദ്യം സിനിമയെക്കുറിച്ച് പറയാം, സിനിമയുടെ കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും പറയാം. ഇതിനകത്ത് മോനപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ, അവനാണ് നായക കഥാപാത്രം. മോനപ്പൻ ഒരു അനാഥനാണ്. അവനൊരു കന്യാസ്ത്രീ മഠത്തിന് മുന്നിൽ ഉപേക്ഷിച്ച നിലയിൽ, ഒരു പത്രത്തിൽ പൊതിഞ്ഞ നിലയിലാണ് കന്യാസ്ത്രീകൾക്ക് കിട്ടുന്നത്. ഒരു തമിഴ് പത്രത്തിലാണ് അവനെ പൊതിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ ആ പത്രത്തിനെ കുറിച്ച് ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ അവനെ പാണ്ഡി എന്നുള്ള വിളിക്കുന്നത് അവന് ഇഷ്ടമല്ല. ആ വിളിപ്പേര് പേടിച്ച് അവൻ സ്കൂളിൽ പോലും പോകാറില്ല. അവൻ ആ വിളി അത്രയും ഇഷ്ടമല്ല. പക്ഷെ അവനെ പൊന്നുപോലെ നോക്കുന്ന കുറേ കന്യാസ്ത്രീമാരുടെ കൂടെയാണ് അവൻ വളർന്നത്. അവനിപ്പോൾ 12 വയസ്സാകുന്നു. അവൻ്റെ കൂട്ടുകാരെന്ന് പറയുന്നത് ആ മഠത്തിനോട് ചേർന്നുള്ള വൃദ്ധസദനത്തിലെ പ്രായമായ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെയാണ്. അവർക്കൊക്കെ ഓരോ പേരുകൾ ഇട്ട് കൊടുത്ത് അവർ പറയുന്ന തമാശകളും തനിക്കറിയാവുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഈ മഠത്തിലെ കന്യാസ്ത്രീമാരാണ് അവനെ പലതും പഠിപ്പിക്കുന്നത്, സ്കൂളിൽ പഠിപ്പിക്കേണ്ടതൊക്കെ. അപ്പോൾ അങ്ങനെ കിട്ടുന്ന കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ വെച്ച് ഓരോ പുളുവടിച്ച് ഇങ്ങനെ ഒരുപാട് വർത്താനം പറഞ്ഞ് ശബ്ദമുണ്ടാക്കി നടക്കുക എന്നുള്ളതാണ് അവൻ ചെയ്യുന്നത്. ആ കഥാപാത്രത്തിൻ്റെ തുടക്കം നമ്മൾ നോക്കുമ്പോഴാണെങ്കിലും ഭയങ്കര ലൗഡായിട്ട് എന്തൊക്കെയോ കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് അവൻ സന്തോഷിച്ച് നടക്കുകയാണ്. പക്ഷേ അവൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന കാര്യങ്ങൾ അവൻ പറയുമ്പോൾ അവൻ നിർത്തി സ്പേസ് എടുത്ത് ആലോചിച്ചാണ് സംസാരിക്കുന്നത്. സോ അവനീ പുറത്തുണ്ടാക്കുന്ന ഒച്ചപ്പാടും ബഹളമൊക്കെ നമ്മളിൽ പലരും ഇപ്പോഴും അല്ലെങ്കിൽ പണ്ടെപ്പോഴോ പുറത്ത് കുറേ ഒച്ചയുണ്ടാക്കി നടന്നൊരു സമയത്തിന് ഓർമ്മിപ്പിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഉള്ളിൻ്റെ ഉള്ളിൽ ഒരുപാട് സങ്കടങ്ങളുള്ള, ഒരുപാട് മിസ് ചെയ്യുന്ന, ഒരുപാട് ഏകാന്തത അനുഭവിക്കുന്ന പല ആളുകളും പുറത്തിങ്ങനെ ഒരുപാട് ഒച്ചപ്പാടുണ്ടാക്കി നടക്കും. നമ്മൾ വിചാരിക്കും അവരിങ്ങനെ ബഹളമൊക്കെ വെച്ച് ഹാപ്പിയായിട്ട് നടക്കില്ലേ എന്ന്. അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കരയുന്നൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിനെ കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായാലും ആ മഠത്തിലെ മദർ സുപ്പീരിയർ, അവരാണ് അവൻ്റെ അമ്മ എന്ന് വെച്ചാൽ അത്രയും സ്നേഹത്തിൽ. സിനിമയുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ എന്തോ ഒരു വലിയ കാര്യം ചെയ്തു തീർത്തു എന്ന് പറയുന്ന ആ ഒരു തളർച്ചയോടുകൂടി, താൻ വീണ്ടും ഒറ്റയ്ക്കാവുകയാണോ എന്ന തോന്നലോടുകൂടി, അങ്ങനെ പല രീതിയിൽ നമുക്ക് വായിച്ചെടുക്കാവുന്ന അത്രയും ഇമോഷണൽ ഒരു സിറ്റുവേഷനിൽ പനിയാണ് അങ്ങോട്ട് പോകേണ്ടതെന്ന് മറ്റ് കന്യാസ്ത്രീമാരൊക്കെ പറയുമ്പോഴും അവൻ കന്യാസ്ത്രീ അമ്മയുടെ മുറിയിലേക്ക് കയറി ചെന്ന് അവരെ കെട്ടിപ്പിടിച്ചൊരു കിടപ്പ് കിടക്കുകയാണ്. ഞാനും അങ്ങനെ കിടന്നിട്ടുണ്ട്. ആൺപിള്ളേർ ഭയങ്കര ടയേർഡാവുമ്പോഴും ഭയങ്കര സങ്കടം വരുമ്പോഴൊക്കെ ഓടി വന്ന് കമിഴ്ന്ന് കിടക്കുകയാണ് ചെയ്യുക. കമിഴ്ന്ന് കിടക്കുമ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ കെട്ടിപ്പിടിച്ച് കിടക്കാൻ പറ്റുമെങ്കിൽ അത് മിക്കവാറും അമ്മമാരായിരിക്കും, ചിലപ്പോൾ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് പാർട്ട്ണറായിരിക്കും. ആ കിടപ്പ് അത് നമുക്ക് തരുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ലെവലുണ്ട്. ഒരുപാട് സങ്കടമുള്ളതുകൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് ടയർഡ് ആകുമ്പോഴൊക്കെ അങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോഴും അവൻ ചൂസ് ചെയ്തത് ആ അമ്മ എടുത്ത് പോകാനാണ്. അവൻ ഏറ്റവും പേടിക്കുന്നതും ആ അമ്മേനെ തന്നെയാണ്. പിന്നെ അവിടെയുള്ള സിസ്റ്റർമാർക്കൊക്കെ അവൻ ഓരോ പേരുകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവൻ്റെ ഓരോ പിറന്നാളിനും അവിടെ അന്തേവാസികളായിട്ടുള്ള അപ്പൂപ്പന്മാരുടെയും അമ്മൂമ്മമാരുടെയും ദുബായിലും മറ്റുമൊക്കെയുള്ള മക്കളും കൊച്ചുമക്കളും ഒക്കെ ഇവന് കൊണ്ടുവന്ന് ഗിഫ്റ്റുകൾ കൊടുക്കാറുണ്ട്. അങ്ങനെ അവൻ വളരെ അധികം ടോയ്സും ഡ്രസ്സസും ഒക്കെ ആയിട്ട് അവൻ്റെ കുട്ടിക്കാലം അവൻ എൻജോയ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിൽ ജീവിക്കുന്ന കുട്ടി അനുഭവിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ അവന് കിട്ടുന്നുണ്ട്. പക്ഷേ കുടുംബം എന്ന് പറയുന്നൊരു വാംത്ത് ഉണ്ടല്ലോ, അത് അവൻ എവിടെയോ മിസ് ചെയ്യുന്നുണ്ടെന്ന് പിന്നീട് സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇതാണ് മോനപ്പൻ്റെ കഥ. ഇനി നമ്മൾ കാണുന്നത് രോഹനെയാണ്, രോഹൻലാൽ. അവൻ്റെ അച്ഛനും അമ്മയും ലതയും ലാലുമാണ്. ലാലിൻ്റെ രണ്ടാമത്തെ വിവാഹമാണ് ലത. ലാൽ ആദ്യം വിവാഹം കഴിക്കുകയും അയാൾക്കൊരു മകളുണ്ടാവുകയും ചെയ്തിരുന്നു. അതിനുശേഷം അയാൾ ലതയെ വിവാഹം കഴിക്കുന്നു. ലതയിൽ അയാൾക്കുണ്ടാവുന്ന മകനാണ്
റോഹൻ. ആദ്യത്തെ മകളുടെ പേര് മീര എന്നാണ്. ഈ ലാലിൻ്റെ ഒരു പ്രശ്നം, അയാൾ ലതയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത് തൻ്റെ ആദ്യ ഭാര്യയെ പോലെ തന്നെ പെരുമാറുന്ന, ആദ്യ ഭാര്യയെ പോലെ ചിരിക്കുക, കരയുക, അയാളെ ട്രീറ്റ് ചെയ്യുക, അവർ ഉടുക്കുന്ന പോലത്തെ വസ്ത്രങ്ങൾ ധരിക്കുക, അങ്ങനെ ആദ്യ ഭാര്യയിൽ നിന്ന് അയാൾ അങ്ങ് വിട്ടിട്ടില്ലായിരുന്നു. അയാൾക്ക് അവിടെ ഒരു ക്ലോഷർ ആ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടില്ലായിരുന്നു. സ്വാഭാവികമായും അയാൾ രണ്ടാമത് ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന സ്ത്രീയിൽ നിന്നും അയാൾ ആദ്യ ഭാര്യയെ പ്രതീക്ഷിക്കാൻ തുടങ്ങി. ഒരുപാട് ഇഷ്ടമോടെ ഉള്ളതുകൊണ്ടാവാം, പക്ഷേ ഈ പാർട്ട്ണറെ അയാൾ കണ്ടില്ല, പരിഗണിച്ചിട്ടുണ്ടായിരുന്നില്ല. സ്വാഭാവികമായും അതിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടാകുന്നു. ഇയാൾ വളരെയധികം ആ സ്ത്രീയെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞുണ്ടായ സമയം പോലും 2 വർഷമേ അവർ ഒരുമിച്ച് ജീവിച്ചിട്ടുള്ളൂ. പക്ഷേ ലാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ടോർച്ചറുകൾ സഹിക്കാൻ പറ്റാതെ ലത അയാളിൽ നിന്നും പിരിഞ്ഞ് ജീവിക്കുകയാണ്. പിന്നീട് സിനിമയിലൊരു രംഗത്ത് ഇവർ തമ്മിലുള്ള വഴക്ക് മറന്നൂടെ എന്ന് സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ബിജു എന്ന് പറയുന്ന ക്യാരക്ടർ വന്ന് ചോദിക്കുമ്പോൾ അവർ കയ്യിലൊരു വലിയ മുറിവാണ് കാണിക്കുന്നത്, ഒരു സ്റ്റിച്ചിട്ട പാടാണ്. കൂട്ടുകാരൻ്റെ ഒരു ദേഷ്യപ്രകടനമായിരുന്നു എന്ന് പറഞ്ഞിട്ട് അത്രയധികം അവരെ ടോർച്ചർ ചെയ്തിട്ട് മാറി താമസിക്കുന്ന ഒരു സ്ത്രീയാണ്. റോഹൻ അവർക്കൊപ്പമാണ് ഉള്ളത്. അവനൊരു കുസൃതി കൊടുക്കുകയാണ്. ഒരുപാട് ഒച്ചപ്പാടും ബഹളമൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ നടക്കുന്ന, ചാടി റിയാക്ട് ചെയ്യുന്ന, എന്നാൽ വളരെ ബുദ്ധിയുള്ളൊരു കുട്ടിയാണ്. മീര അവൻ്റെ ചേച്ചി ഇവരെ 2 പേരെക്കാളും കുറച്ചും കൂടി മുതിർന്നതാണെന്നാണ് എനിക്ക് സിനിമയിലെ അവതരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. എന്തായാലും കുറേ കാലത്തിന് ശേഷം ലത ലാലിനോടൊപ്പം താമസിച്ചിരുന്ന സ്ഥലത്തേക്ക് തിരിച്ചു വരികയാണ്. റോഹനെ അവരൊരു സ്കൂളിൽ ചേർക്കുകയാണ്. ആ സ്കൂളിൽ തന്നെയാണ് മീര, ലാലിൻ്റെ ആദ്യ ഭാര്യയിലെ മകൾ, പഠിക്കുന്നത്. സ്വാഭാവികമായും അവർ തമ്മിൽ കാണുകയും അവർ തമ്മിൽ കമ്പനി ആവുകയും അവർ ചേച്ചിയും അനിയനും ഭയങ്കര സ്നേഹത്തിലാണ്. പക്ഷേ അച്ഛനും അമ്മയും തമ്മിലുള്ള വഴക്ക് അത് മനസ്സിലാക്കാൻ ആ കുട്ടികൾക്ക് അതിനുള്ള പക്വതയിലേക്ക് എത്തിയിട്ടില്ല. അച്ഛനും അമ്മയും ഒരുമിച്ചാൽ എന്താ, ഞങ്ങൾക്ക് 2 പേർക്കും അച്ഛനെയും അമ്മയും വേണം എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികളാണ് അവർ. പക്ഷേ ഈ സിനിമയിലുടനീളം ഇതൊക്കെ ക്ഷമിച്ചൂടെ, ഭൂമിയോളം ക്ഷമിക്കുന്നവളല്ലേ പെണ്ണ് എന്നൊക്കെയുള്ള ഡയലോഗുകൾ പറഞ്ഞുകൊണ്ട് ലതയെ ഇവർ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ, ഇവൻ കുട്ടികളുടെ ഭാഗത്തു നിന്നാണെങ്കിലും അതിനുശേഷം മുതിർന്ന ആളായിട്ട് ബിന്ദു ബിജു തുടങ്ങിയിട്ടുള്ള ഒരു കപ്പിളുണ്ട്. സിദ്ദിഖാണ് അതിലെ ബിജു എന്ന് പറയുന്ന ക്യാരക്ടർ. അപ്പോൾ ഈ കപ്പിൾ എന്ന് പറയുന്നത് ഇവരുടെ 2 പേരുടെയും കോമൺ ഫ്രണ്ട്സ് ആണ്. അപ്പോൾ ഇവർക്കറിയാം ലാൽ എത്രത്തോളമാണ് ലതയെ ഉപദ്രവിച്ചിട്ടുള്ളത്. അത് മുഖത്ത് നോക്കി പറയുന്ന ബിജുവിനെയും നമ്മൾ കാണുന്നുണ്ട്, ലാലിനെ ചീത്ത പറയുന്ന ആളെയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ലതയുടെ അടുത്ത് പോയിട്ട് അതൊക്കെ ഒന്ന് ക്ഷമിച്ചൂടെ, കുട്ടികൾക്ക് വേണ്ടി ഇനി നിങ്ങൾക്ക് ഒരുമിച്ചൂടെ, അയാളിപ്പോൾ ഒരു മാറിയ മനുഷ്യനാണ് എന്നൊക്കെയാണ്. നമ്മൾ ഇന്നിൻ്റെ കണ്ണിൽ നിന്ന് നോക്കുമ്പോൾ അത്രയൊന്നും ടോർച്ചർ ചെയ്യുന്ന ഒരാളെ സഹിച്ചു കഴിയേണ്ട ഒരു ബാധ്യതയും അവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ അയാൾ ജെനുവിൻലി ചേഞ്ചായ ഒരു മനുഷ്യനാണ്. അയാൾക്ക് ആദ്യത്തെ തെറ്റുകൾ മനസ്സിലാവുകയും അയാൾ ഭാര്യയോട് തെറ്റേറ്റ് പറയുകയും അപ്പോളജൈസ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ സിനിമയിൽ കാണുന്നുണ്ട്. അങ്ങനെ അപ്പോളജൈസ് ചെയ്ത് തിരുത്തലുകളുണ്ട് എന്ന് ഉറപ്പുള്ളൊരു മനുഷ്യർക്കൊപ്പമേ അവർ രണ്ടാമത് ജീവിക്കണോ വേണ്ടോ എന്നുള്ളത് അവരുടെ ചോയ്സാണ്, അവർ തീരുമാനിക്കേണ്ടത്. പക്ഷേ ഈ സിനിമയിൽ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പിരിയാനുള്ള തീരുമാനം ഉപേക്ഷിക്കൂ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയെങ്കിലും നിങ്ങൾക്ക് പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും ജീവിച്ചൂടെ എന്ന് പറയുന്ന ന്യായീകരണങ്ങൾ പറയാൻ ചിലർ അതിനെ ഉപയോഗിച്ചേക്കാം എന്നുള്ളതാണ് എനിക്ക് ആ സീനുകളോടുള്ളൊരു വിയോജിപ്പ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ടോർച്ചർ ചെയ്ത ഒരാളോടൊപ്പം ജീവിക്കാൻ വീണ്ടും ഒരു സ്ത്രീയെ നിർബന്ധിക്കുക എന്ന് പറയുന്നത് ഒട്ടും ശരിയായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ വീണ്ടും പറയുന്നു, സിനിമയിൽ നമ്മൾ ചേഞ്ച് ആയിട്ടുള്ള അപ്പോളജൈസ് ചെയ്യുന്നൊരു മനുഷ്യനെ കാണുമ്പോൾ റിയൽ ലൈഫിൽ അപ്പോളജൈസ് ചെയ്യാത്ത മനുഷ്യനോടും നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കൂ എന്നൊക്കെ പറയുന്നതിന് ഇതുപോലെയുള്ള സിനിമകൾ ഒരു പാർഷ്യലി ഒരു കാരണമായിട്ടുണ്ട്. എനിവേ, നമ്മുടെ മോനപ്പനും റോഹനും ഒരു ദിവസം കണ്ടുമുട്ടുകയാണ്. റോഹൻ സ്കൂൾ ബസ്സിലിരുന്ന് വഴക്കുണ്ടാക്കുകയായിരുന്നു. വഴക്കിനിടയിൽ ആ കൂട്ടത്തിൽ ആരോ അവൻ്റെ വാട്ടർ ബോട്ടിലെടുത്ത് പുറത്തേക്ക് എറിഞ്ഞു. അത് ചളിവെള്ളത്തിലാണ് വീണത്. അത് മോനപ്പൻ കാണുകയാണ്. അവൻ ആ വാട്ടർ ബോട്ടിലെടുത്ത് കഴുകി റോഹന് കൊടുക്കുകയാണ്. അതിനുശേഷം അവർ നടക്കുകയാണ്, സ്കൂളിലേക്ക് നടന്നു പോകുന്ന ആ സമയത്താണ് മോനപ്പനും റോഹനും തമ്മിൽ സംസാരിക്കുന്നത്. 2 പേരും അത്യാവശ്യം പുളു അടിക്കുന്ന ആളുകളാണ്. പുളു എന്നുള്ള വാക്കൊക്കെ പറയുമ്പോൾ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിയ വരുന്നത്. കാരണം ഇപ്പോൾ എത്ര പേര് പുളു അടിക്കുക എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളത് തള്ള് എന്ന് പറയുന്നൊരു വാക്കിലേക്ക് മാറ്റി ഇപ്പോൾ അതിന് പുതിയ ടേംസും വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പുളു എന്ന് പറയുന്ന വാക്കൊക്കെ അവരങ്ങനെ ഉപയോഗിക്കുമ്പോഴേ, അപ്പോൾ പുളു അടിക്കുന്ന 2 പേരും ഏതാണ്ട് സമപ്രായക്കാരായിട്ടുള്ള ആളുകൾ ഒരേ വൈബിൽ പോകുന്നു. അങ്ങനെ ഇന്ന് നമ്മൾ കണ്ടല്ലോ, നമുക്ക് നാളെയും കണ്ടാലോ, അല്ലെങ്കിൽ വൈകുന്നേരവും കണ്ടാലോ എന്ന് പറയുന്നൊരു സംസാരം അവർക്കിടയിൽ ഉണ്ടാകുന്നു. അപ്പം എന്ന് കാണണം എന്നൊക്കെയുള്ളത് അവിടെ ഒരു പോപ്പിയുടെ കുട വെച്ചിട്ടുണ്ട്. പോപ്പിയുടെ ആ മോഡലുണ്ടല്ലോ, അവിടെ ഇന്ന് കാണണം എന്ന് പറഞ്ഞൊരു ബോർഡ് തൂക്കുന്ന ദിവസങ്ങളിൽ തമ്മിൽ കാണാമെന്ന് അവർ തീരുമാനിക്കുന്നു. പല സ്ഥലങ്ങളിലും വെച്ച് അവർ കാണുന്നു. ഇന്ന് അങ്ങനെ എത്ര സൗഹൃദങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. സോഷ്യൽ മീഡിയയിൽ കാണുന്ന കുറച്ച് ആളുകൾ, അവരുമായിട്ടുള്ള സൗഹൃദം, പുറത്ത് നമ്മളൊരു മനുഷ്യനെ കണ്ടാലും നമ്മൾ സോഷ്യൽ മീഡിയയിൽ തന്നെയാണ് മെസ്സേജ് അയക്കുക. ഈ നേരിട്ട് കാണൽ, കണ്ട് സൗഹൃദത്തിന് ആഴം കൂടൽ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഇന്ന് എത്രത്തോളം നടക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. ഉറപ്പായി നടക്കുന്നുണ്ടാവും, പക്ഷേ എൻ്റെ അറിവിൽ ഞാൻ അങ്ങനെ കാണുന്നതൊക്കെ വളരെ കുറവാണ്. എന്തായാലും പതിയെ അവർ അടുക്കുകയാണ്. അങ്ങനെ അടുക്കുന്ന സമയത്ത് മോനപ്പന് അവൻ അച്ഛനും അമ്മയും ഇല്ലാത്തൊരു കുട്ടിയാണ് എന്ന് പറയാനൊരു മടിയുള്ളതുകൊണ്ട് അച്ഛനും അമ്മയും ദുബായിലാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതിൽ ഈ മോനപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടർ ഞാൻ ഇപ്പോഴേ പുകഴ്ത്തി അങ്ങ് പോവാണ്. അതിഗംഭീരമായിട്ടാണ് ആ പയ്യൻ അഭിനയിച്ചിട്ടുള്ളത്. സോറി, ഇന്നിപ്പോൾ എനിക്ക് പയ്യൻ എന്ന് പറയാൻ പറ്റില്ല, ഏതാണ്ട് എൻ്റെ സമപ്രായത്തിൽ തന്നെയുള്ള ആളായിരിക്കും. പോൾ മാത്യു എന്നാണ് മോനപ്പൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവതരിപ്പിച്ചിട്ടുള്ള ആളുടെ പേര്. അതിഗംഭീര
പ്രകടനമായിരുന്നു, അതിഗംഭീര വോയിസ് മോഡുലേഷൻ ആയിരുന്നു. ഞാൻ ഈ സിനിമ പണ്ട് കാണുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്ത് ചാടിച്ചാടിയാണ് നിൽക്കുന്നത്, ഇങ്ങനെയും പിള്ളേരുണ്ടോ എന്ന്. പക്ഷേ ഇന്നിപ്പം ഞാൻ മോനപ്പൻ്റെ വർത്തമാനമൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ അനിയത്തിയുടെ കുഞ്ഞുണ്ട് ഇച്ചു, അവൻ ഈ ചെറിയ വായിൽ പറയുന്ന വർത്തമാനമൊക്കെ വെച്ച് നോക്കുമ്പോൾ മോനപ്പനൊക്കെ സിമ്പിൾ. അങ്ങനെ ഇന്നിപ്പം ഞാൻ ആ സിനിമ കാണുമ്പോൾ എനിക്ക് കുറേയും കൂടി ആ ക്യാരക്ടേഴ്സിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, കുട്ടികളായി അവരെ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരു കുട്ടി അല്ലാതിരുന്നുകൊണ്ടാണ് ആദ്യം എനിക്ക് കണക്ട് ആവാതിരുന്നത്. പക്ഷേ ഇപ്പോൾ എനിക്ക് ഇന്ന് ആ സിനിമ കാണുമ്പോൾ ഒരുപാട് ഇവരെ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. എന്തൊരു വോയിസ് മോഡുലേഷനാണ് ഡബ് ചെയ്യുന്ന സമയത്ത്, ഓരോ ഡയലോഗുകളും പറയുമ്പോൾ ഡയലോഗ്സിൻ്റെ ഇടയിൽ ഒരു സ്പേസ് ഇട്ട് കൊടുക്കുമ്പോൾ മുതിർന്ന ആരോ അഭിനയിച്ച് കാണിച്ചു കൊടുത്തിട്ട് അത് അതുപോലെ ചെയ്യുന്നതാണോ നമുക്ക് തോന്നിപ്പോകും. അത്രയും ഗംഭീരമായിട്ടുള്ള അഭിനയ പ്രകടനമാണ് നമ്മൾ പോൾ മാത്യുവിൻ്റെ കയ്യിൽ നിന്ന് കണ്ടിട്ടുള്ളത് മോനപ്പൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിന് വേണ്ടിയിട്ട്. എന്തായാലും പതിയെ മോനപ്പൻ തിരിച്ചറിയുന്ന ഒരു കാര്യം, ഈ റോഹൻ്റെ അമ്മയും അച്ഛനും അത്ര അടുപ്പത്തിലല്ല, അമ്മ മാത്രമേ ഉള്ളൂ എന്ന് റോഹൻ പറയുന്നുണ്ട്. റോഹൻ്റെ അച്ഛൻ അതുപോലെ ചേച്ചിയുണ്ട്, പക്ഷേ ചേച്ചിയുടെ അമ്മ വേറെയാണ് എന്നൊക്കെ പറയുമ്പോൾ അവൻ ആ ഡൈനാമിക്സ് മനസ്സിലാവുന്നില്ല. അത് ഭയങ്കര രസമായിട്ട് സിനിമയിൽ ചെയ്തു എന്ന് എനിക്ക് തോന്നി. കാരണം ഒരാൾ വിവാഹം കഴിച്ചു, അപ്പം വിവാഹം കഴിച്ച് കുഞ്ഞുണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും കുട്ടിയും എന്നുള്ളതാണ് അവൻ്റെ സങ്കല്പം. അതിൽ ഈ അച്ഛനും അമ്മയുമാണ് തനിക്കില്ലാത്തതെന്നാണ് അവൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഒരാൾ മരിച്ചു പോവുകയോ ഡിവോഴ്സ് ചെയ്യുകയോ ചെയ്ത് രണ്ടാമത് വിവാഹം കഴിച്ചു, അടുത്ത ആളുമായി ചേർന്ന് കുഞ്ഞുങ്ങളുണ്ടാവും എന്നൊക്കെ പറയുന്നത് ഇവന് മനസ്സിലാവാതെ വരികയും ഇവനത് മഠത്തിലുള്ള സിസ്റ്റർമാരോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊരു കുട്ടിയുടെ ആംഗിളിൽ നിന്നുകൊണ്ട് അവർ തിരക്കഥയിൽ എഴുതി ചേർത്തു എന്ന് പറയുന്നത് അതിഗംഭീരമായിട്ടുള്ളൊരു പരിപാടിയായിരുന്നു. മോനപ്പൻ റോഹനെ കാണാൻ സ്കൂളിലേക്ക് പോകുന്ന സീനും സ്കൂളിൽ ചെല്ലുമ്പോഴുള്ള അവൻ്റെ കൗതുകങ്ങളും, കാരണം ഒരു ഇരട്ടപ്പേര് പേടിച്ച് സ്കൂളിൽ പോകാതിരിക്കുന്ന ആളാണ് മോനപ്പൻ. അവന് സ്കൂൾ യൂണിഫോം ഇട്ട കുട്ടികളും റോഹൻ എന്ന് പറയുന്ന അവൻ്റെ ഫ്രണ്ടിനെ കാണാൻ പറ്റുമ്പോൾ അതുവരെ നമ്മൾ മോനപ്പനെ കാണുമ്പോൾ രാവിലെ എണീക്കുന്നു, എല്ലാവരോടും വർത്തമാനമൊക്കെ പറഞ്ഞ് നടക്കുന്നു, സിസ്റ്റർമാരോടൊക്കെ ഓരോ തറുതല പറയുന്നു എന്നുള്ളതിനപ്പുറത്തേക്ക് ഒരു ഹാപ്പി ഫേസ് നമ്മൾ മോനപ്പനെ കാണുന്നത് റോഹനെ കിട്ടിയതിന് ശേഷമാണ്. അവൻ്റെ ഏകാന്തത ഇല്ലാതാവുന്ന, അതും റോഹൻ മഠത്തിലേക്ക് വരുന്നു എന്നറിയുന്ന ദിവസം മോനപ്പൻ വേറെ ഒരു കാര്യത്തിലും ഇൻവോൾവ് ആവുന്നില്ല. അവൻ ഗേറ്റിൻ്റെ അടുത്ത് പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഈ സിസ്റ്റേഴ്സ് തമ്മിലുള്ളൊരു വർത്തമാനമുണ്ട്. അവന് നമ്മളെയും വല്യപ്പന്മാരെയൊക്കെ മടുത്തു എന്നാണ് ഒരു സിസ്റ്റർ പറയുന്നത്. അപ്പോൾ അതിന് മറുപടിയായിട്ട് മദർ സുപ്പീരിയർ കൊടുക്കുന്ന ഡയലോഗ് ഇങ്ങനെയാണ്: പിള്ളേർക്ക് പിള്ളേരെ തന്നെ വേണം എന്നുള്ളത്. നമുക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടാവണം, നമ്മുടെ സൗഹൃദങ്ങളുടെ, നമ്മളെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പ് ഉണ്ടാവണം. അത് നമ്മുടെ വളർച്ചയുടെയും നമ്മുടെ ഹാപ്പിനെസ്സിൻ്റെയും ഒക്കെ ഒരു കാരണമാണ് എന്നുള്ളത്. ചില ആളുകൾക്ക് അത് ആവശ്യമില്ലാത്തവരുണ്ടാവും കേട്ടോ. അതിൽ നിന്ന് സ്വയം മാറുന്ന, അത് നിങ്ങളുടെ തീരുമാനമാണ്. പക്ഷേ ഞാൻ മോനപ്പൻ എന്ന് പറയുന്നൊരു ക്യാരക്ടറിനെയും എൻ്റെ ചിന്തകളെയും കൂടി വെച്ചുകൊണ്ടാണ് ഈ സിനിമയെ വിലയിരുത്തുന്നത്. സോ ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒന്ന് നിങ്ങളെ വേദനിപ്പിക്കുന്നുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക. മോനപ്പൻ ആദ്യമായിട്ട് ഈ റോഹൻ കോൺവെൻറ്റിലേക്ക് വരുന്നുണ്ട്, മഠത്തിലേക്ക് വരുന്നുണ്ടെന്ന് പറയുന്നൊരു ഫോൺ കോൾ വരുന്ന സീനുണ്ട്. മോനപ്പനൊരു കോള്, അപ്പോൾ സിസ്റ്റർമാർക്കും ഭയങ്കര സന്തോഷമാണ്. മോനപ്പനൊരു കോൾ വന്നിട്ട് ഇവരിങ്ങനെ പറഞ്ഞ് മോനപ്പന് ഓടി വന്നിട്ട് ഫോൺ എടുത്ത് ചെവിയിൽ വെക്കുക. അപ്പോൾ ഇവൻ്റെ കയ്യിലൊരു കളിപ്പാട്ട ഫോണുണ്ട്, മൊബൈൽ ഫോൺ. അതെടുത്ത് വെച്ചിട്ട് ഹലോ മമ്മൂട്ടിയല്ലേ, അഭിനയമൊക്കെ നന്നാവുന്നുണ്ട് കേട്ടോ, യേശുദാസല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് സംസാരിക്കുന്നുണ്ട്. അവിടെ ഒന്നും ഒരു സങ്കോചവും ഇല്ലാത്ത അവൻ ശരിക്കും അവനൊരു ഫോൺ കോൾ വരികയാണ്. ഒരു പക്ഷേ അവൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ ഫോൺ കോളാണത്. അതെടുത്തിട്ട് അവൻ ഹലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്തൊക്കെയുള്ള ആ ആക്ടിങ്, എക്സ്പ്രഷൻ, നമ്മളെ ഒരാൾ വിളിക്കാനുണ്ടാവുക എന്ന് പറയുന്നത്, നമ്മളോട് സംസാരിക്കാൻ ഒരാളുണ്ടാവുക, നമ്മളോടൊപ്പം സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടി ഒരാൾ എഫേർട്ട് ഇട്ട് വരിക എന്ന് പറയുന്നത്, അത് ആ കൊച്ചു കുഞ്ഞിലുണ്ടാക്കുന്ന സന്തോഷമില്ലേ, അത് നമ്മളിലും ഉണ്ടാവുമോ. നമ്മൾ ആർക്കെങ്കിലും വേണ്ടി എഫേർട്ട് ഇട്ട് അവരോട്, അതായത് നമ്മളെ ആഗ്രഹിക്കുന്ന, നമ്മളുടെ പ്രസൻസ് ഇഷ്ടപ്പെടുന്ന ഒരാൾക്ക് അത് കൊടുക്കാൻ വേണ്ടി എഫേർട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അവരുടെ എക്സ്പ്രഷനിൽ നിന്ന്, അവരുടെ സന്തോഷത്തിൽ നിന്ന്, അവരുടെ എക്സൈറ്റ്മെൻറ്റിൽ നിന്ന്. അതൊരു ഭയങ്കര മൊമെൻ്റാണ്. അതിന് ഈ കുഞ്ഞുങ്ങളുടെ ആംഗിളിൽ എത്ര മനോഹരമായിട്ടാണ് ഈ സിനിമയിൽ കാണിക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഒരു സിസ്റ്റർ ഇങ്ങനെ റോഹനെ കൊണ്ടുവന്ന് എല്ലാ സിസ്റ്റർമാർക്കും പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ ഇതാണോ നിൻ്റെ കൂട്ടുകാരൻ എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഇതാണ് എൻ്റെ അളിയൻ എന്നവൻ തർക്കുത്തരം പറയുന്നുണ്ട്. അത് ആ പ്രായത്തിൽ നിന്നുകൊണ്ടുള്ള അവൻ്റെ എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒക്കെ ഭാഗമായിട്ടുള്ളൊരു തറതല പറച്ചിലാണ്. അതും വളരെ രസമായിട്ടാണ് സിനിമയിൽ അനുഭവപ്പെട്ടത്. എന്തായാലും റോഹനും മോനപ്പനും ഇടയിൽ വളരെ നല്ലൊരു സൗഹൃദം ഉണ്ടായി വരുന്നു. ആ സൗഹൃദത്തിൻ്റെ ഇടയിൽ, അവരുടെ ഒരു സൗഹൃദ സംഭാഷണത്തിനിടയിൽ ഒരിക്കൽ റോഹൻ മോനപ്പനെ പാണ്ടി എന്ന് വിളിക്കുന്നുണ്ട്. ആ വിളി കേൾക്കുമ്പോഴേ മോനപ്പൻ അവിടെ നിന്ന് പിണങ്ങിപ്പോരുന്നുണ്ട്. അപ്പോൾ എന്തിനാ മോനപ്പൻ പിണങ്ങിയത് എന്നറിയാൻ വേണ്ടിയിട്ട് റോഹൻ കോൺവെൻറ്റിലേക്ക് ചെല്ലുകയാണ്. കോൺവെൻറ്റിൽ ചെല്ലുമ്പോൾ ഒരു സിസ്റ്റർ അവനോട് കുറച്ച് രൂക്ഷമായിട്ടാണ് പറയുന്നത്, നീ അവനെ പാണ്ടി എന്ന് വിളിക്കരുതെന്നുള്ളത്. പക്ഷേ ഈ മദർ സുപ്പീരിയർ, ഞാൻ നേരത്തെ പറഞ്ഞു, അവരുടെ ഉള്ളിൽ ശരിക്കും ഒരു അമ്മയുണ്ട്. ആ അമ്മ
റോഹനെ വിളിച്ചു മാറ്റിയിരുത്തിയിട്ട് പറയുന്നത്, മോൻ്റെ ഈ പ്രായത്തിൽ മോനിത് മനസ്സിലാവണമെന്നില്ല, പക്ഷേ നീ അവൻ്റെ ആകെയുള്ളൊരു കൂട്ടുകാരനായതുകൊണ്ടാണ് നിന്നോട് ഞാനിത് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പലപ്പോഴും ചോദിക്കില്ല, ഈ കുഞ്ഞു കുട്ടികളോടൊക്കെ നമ്മൾ പല കാര്യങ്ങളും എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന്. അത് പറഞ്ഞു കൊടുക്കാൻ പറ്റും, പറയേണ്ട രീതിയിൽ പറഞ്ഞാൽ അത് കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാവും, അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അപ്പം റോഹനോട് പറഞ്ഞു കൊടുക്കുന്നത്, മോനപ്പനെ ഞങ്ങൾക്ക് ഇങ്ങനെയാണ് കിട്ടിയത്, ഒരു തമിഴ് പത്രത്തിലായിരുന്നു അവനെ അന്ന് പൊതിഞ്ഞിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് ആ പേര് കേൾക്കുന്നത് അവന് ഇഷ്ടമല്ല, മോൻ ഇനി അവനെ അങ്ങനെ വിളിക്കരുത് കേട്ടോ. അതിൻ്റെ കൂടെ അവർ പറയുന്നത്, അവന് വേറെ ആരുമില്ല, നീ മാത്രമേ ഉള്ളൂ കൂട്ട് എന്നാണ്. ഞാനത് കേട്ടപ്പോൾ എൻ്റെ ഒരുപാട് മെമ്മറീസിലേക്ക് പോയി. നമ്മൾ പല ആൾക്കാരും പലതും പറഞ്ഞ് കളിയാക്കി വിളിക്കാറില്ലേ? ചിലപ്പോൾ നമ്മൾ ഈ കളിയാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്ക് നമ്മൾ മാത്രമേ കൂട്ടുള്ളൂ എന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നമ്മളെ കളഞ്ഞിട്ട് പോകാൻ അവർക്ക് പറ്റില്ല, നമ്മളും കൂടി വഴക്കിട്ട് മാറിയെന്നല്ലേ നമ്മളോടും കൂടി വഴക്കിട്ട് മാറിയെന്ന് അവർ ഒറ്റപ്പെട്ടു പോകും. അവിടെ നമ്മൾ കളിയാക്കാൻ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊരു രസമായിരിക്കും. ചിലപ്പോൾ അവർ ഇവിടെ പോടോ ഇവിടുന്ന് എന്നൊക്കെ പറയുന്നേ ഉണ്ടാവുള്ളൂ. പക്ഷേ ഉള്ളിൽ അവർക്ക് അത്രയധികം വേദനിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എന്തുമാത്രം സൂക്ഷിക്കണമെന്നുള്ളത് ആ മദർ സുപ്പീരിയർ ആ കൊച്ചു കുട്ടിക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. അത് കേൾക്കുമ്പോൾ റോഹൻ അത് മനസ്സിലാവുന്നുണ്ട്. അവൻ കരയാണ്. അവൻ മദർ സുപ്പീരിയറിനോട് പറയുന്നത്, തമാശയ്ക്ക് വിളിച്ചതാ സിസ്റ്റർ, സോറി സിസ്റ്റർ എന്ന് പറയുന്നുണ്ട്. ആ തിരിച്ചറിവ് എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് എനിക്ക് തോന്നിപ്പോയി. അന്ന് ഈ സിനിമയൊക്കെ കണ്ടിട്ട് ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെയുണ്ട് മോനെ, നിനക്കിതൊക്കെ മനസ്സിലാവണം എന്ന് എനിക്കാരെങ്കിലുമൊക്കെ അന്ന് പറഞ്ഞു തന്നിരുന്നെങ്കിൽ പിന്നീടുള്ള എത്രയോ തെറ്റുകൾ എനിക്ക് ആവർത്തിക്കാതിരിക്കാമായിരുന്നു. അങ്ങനെ റോഹനെ യാത്രയാക്കുമ്പോൾ സിസ്റ്റർ പറയുന്നത്, നാളെ കാണുമ്പോൾ കൂടണം കേട്ടോ, അല്ലാതെ എൻ്റെ കൊച്ചിനെ അങ്ങനെ വിളിച്ചു ഇനി നീ മേലെ അവൻ്റെ പരിസരത്ത് വന്നു പോരുത് എന്നൊന്നുമല്ല പറയുന്നത്. അല്ലെങ്കിൽ നീ ഒരു തെറ്റ് ചെയ്തു, നീ അതിനെ ആവർത്തിക്കരുത് എന്നല്ല. മോനെ, ഇങ്ങനൊരു കാര്യം അതിനകത്തുണ്ട്, അവന് നീ മാത്രമല്ലേ ഉള്ളൂ കൂട്ട്, നാളെ കാണുമ്പോൾ വീണ്ടും കൂടണം. ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ് എന്ന് വെച്ചാൽ ഈ സിനിമയിൽ ഈ മദർ സുപ്പീരിയർ തന്നെ വടിയെടുത്ത് മോനപ്പനെ പേടിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. കുട്ടി കുരുത്തക്കേട് കാണിക്കുമ്പോൾ അവനെ തല്ലിയതിന് ശേഷം അപ്സെറ്റ് ആവുന്ന അമ്മയെ നമ്മൾ കാണിക്കുന്നുണ്ട്. ഈ വടിക്കപ്പുറത്തേക്ക്, തല്ലിനപ്പുറത്തേക്ക് ഈ വാക്കുകളുടെ പവർ എന്താണെന്നുള്ളത് ഇറ്റ്സ് സോ ഗുഡ് കണ്ടിരിക്കുമ്പോൾ. അത് കഴിഞ്ഞ് ഇവർ തമ്മിലുള്ള വഴക്ക് സോൾവ് ആകുന്ന മൊമെൻറ്റിൽ റോഹനും മോനപ്പനും തമ്മിലുള്ളൊരു കോൺവെർസേഷൻ ഉണ്ട്. അണ്ണൻ അനിയന്മാരുണ്ടോ എന്ന് റോഹൻ ചോദിക്കുകയാണ്. ഇല്ലടാ, ഞാൻ ഒറ്റയാ എന്നവൻ വളരെ ഈസി ആയിട്ടാണ് പറയുന്നത്. അവൻ ഒറ്റയ്ക്കാണ് എന്നവൻ അറിയാം. എനിക്ക് സിസ്റ്റർമാരുണ്ടല്ലോ എന്നവൻ പറഞ്ഞില്ല. എനിക്ക് വല്യപ്പന്മാരും വല്യമ്മമാരും ഉണ്ടല്ലോ എന്നവൻ പറഞ്ഞില്ല. ഫോൺ വിളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ അപ്പുറത്ത് ഇന്ന ആളുണ്ടല്ലോ എന്നൊന്നും പറഞ്ഞില്ല. ഞാൻ ഒറ്റയാ. അവൻ്റെ മനസ്സിൻ്റെ ഉള്ളിലെ പൂർണ്ണ ബോധ്യമാണ് ഞാൻ ഒറ്റയാ എന്നുള്ളത്. അണ്ണൻ അനിയന്മാരുണ്ടോ എന്നുള്ള ചോദ്യം ചോദിക്കുമ്പോൾ അവന് വേറെ ഒന്നും ആലോചിക്കാനില്ല. അപ്പോൾ റോഹൻ ചോദിക്കുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ചോദ്യം, ഈ ചോദ്യമാണ് ഞാൻ ഈ വീഡിയോ തുടങ്ങുന്ന സമയത്ത് സംസാരിച്ച ആ കാര്യം. അണ്ണൻ അനിയനാക്കാവോ അണ്ണ, ആക്കാവോ അണ്ണ എന്നവൻ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ഈ മോനപ്പൻ്റെ മുഖത്ത് പല പല ഭാവങ്ങളിങ്ങനെ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ്, അവൻ ആരുമില്ല എന്നൊക്കെ അവൻ ചിന്തിക്കുന്നിടത്തു നിന്ന് ഒരാൾ ചോദിക്കുക, എന്നെ നിങ്ങളുടെ അനിയനാക്കാമോ എന്നുള്ളത്. ആ ചോദിക്കുന്നവൻ അത്രയും ആഴത്തിൽ ആ അർത്ഥം മുഴുവൻ വെച്ചുകൊണ്ടാണ് അവനോട് ചോദിക്കുന്നതെന്ന് അവനെ മനസ്സിലാവുന്നുണ്ട്. ആ തിരിച്ചറിവുകളുടെ കുറേ കാര്യങ്ങൾ ചേരുമ്പോഴാണ് ആ സീൻ ഏറ്റവും ബ്യൂട്ടിഫുള്ളായിട്ട് മാറുന്നത്. മോനപ്പൻ ചോദിക്കുന്നുണ്ട്, അത് എന്നാത്തിനാടാ? റോഹൻ്റെ മറുപടി വളരെ സിമ്പിളാണ്, എനിക്കൊരു ചേട്ടനെ വേണം, ഞാൻ പറയുന്നതൊക്കെ ചെയ്തു തരണം, സമ്മതിച്ചോ? ചേട്ടനാക്കാവോ? ഞാൻ പറയുന്നതൊക്കെ ചെയ്യണം എന്നവൻ പറയുമ്പോൾ മോനപ്പന് ചിരിയാണ്. ചെയ്യാവിടെ പൊട്ട എന്ന് പറയുമ്പോൾ റോഹൻ ചെയ്യുന്നത് കുറച്ച് അപ്പുറം മാറിയിട്ട്, അവരൊരു കായലിൻ്റെ കരയിലാണ് നിൽക്കുന്നത്, അപ്പുറം മാറിയിട്ട് ഒരു തെങ്ങിൻ്റെ കുറ്റിയുണ്ട്, ആ കുറ്റിയുടെ മുകളിലൊരു ചെടിയുണ്ട്, ആ ചെടിയുടെ ഇല എനിക്ക് കൊണ്ടു തരുമെന്ന് അവൻ ചുമ്മാ ചോദിക്കുകയാണ്, തമാശയ്ക്ക് ചോദിക്കുന്ന സമയത്ത് മോനപ്പൻ എടാ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുമെന്ന് അവൻ വിചാരിച്ചിട്ടുണ്ടാവും. പക്ഷേ മോനപ്പൻ എടുത്തൊരൊറ്റ ചാട്ടം, വേറെ ഒരു ചിന്തയില്ലാതെ അവൻ എടുത്ത് ചാടുകയാണ്. അവനെന്നല്ല ആരായാലും ചാടിപ്പോവും. ഈ ജീവിതത്തിൽ ഒറ്റപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ഒറ്റപ്പെടൽ മാറാൻ ഇനി അങ്ങോട്ട് നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങൾ ഇങ്ങനൊരു കാര്യം ചെയ്യാൻ തയ്യാറാവുകയാണെന്ന് പറഞ്ഞാൽ എടുത്ത് ചാടിയിരിക്കും. മോനപ്പന് നീന്താൻ അറിയാമായിരുന്നു, അവൻ നീന്തിപ്പോയി ഇലയെടുത്ത് തിരിച്ചു വന്ന് അത് അവൻ്റെ കൈ കൊടുക്കുന്നുണ്ട്. അതൊരു അഷ്വറൻസ് ആണ്. എല്ലാ റിലേഷൻഷിപ്പുകളിലും നമ്മൾ ഈ അഷ്വറൻസ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കല്യാണം കഴിഞ്ഞ ആൾക്കാർ, പ്രണയിക്കുന്ന ആൾക്കാർ, സൗഹൃദങ്ങൾ, സഹോദര ബന്ധങ്ങൾ ഇടയ്ക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്നത് ചിലപ്പോൾ നമ്മളിതൊന്നും നേടിക്കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷേ ഒരു അഷ്വറൻസിന് വേണ്ടിയിട്ടാണ്. അത് ഞാനുണ്ട് നിങ്ങളുടെ കൂടെ, ഈ ബന്ധം ഇങ്ങനെയാണ്, ഇത് വളരെ സ്ട്രോങ് ആണ് എന്ന് പറയുന്ന ഒരു അഷ്വറൻസ് കൊടുക്കലാണ്. അതും എത്ര രസമായിട്ടാണ് ആ സിനിമയിൽ ചെയ്യുന്നത്. ഇനി നിനക്ക് എന്നാ ആഗ്രഹമുള്ളത് എന്ന് മോനപ്പൻ ചോദിക്കുന്നുണ്ട് റോഹൻ്റെ അടുത്ത്. റോഹൻ പറഞ്ഞു വരുമ്പോഴാണ്, അതായത് മോനപ്പൻ അറിയാം റോഹൻ അവൻ്റെ പപ്പയെ കാണണം എന്ന് പറയുന്നത് ഒരു വലിയ ആഗ്രഹമാണ്. അങ്ങനെ മോനപ്പൻ ഒരു മാർഗ്ഗം കണ്ടുപിടിക്കുകയാണ്. അവൻ നാടകത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സും വിഗും ഉണ്ടായിരുന്നു, അത് രണ്ടും എടുത്ത് റോഹന് വെച്ച് കൊടുത്തിട്ട് ഒരു പെൺവേഷത്തിൽ
റോഹൻ്റെ പപ്പയുടെ റൂമിലേക്ക്, അതേ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുകയാണ്. അവിടെ ചെന്ന് പപ്പയുടെ റൂമിലേക്ക് റോഹൻ ചെന്ന് കയറുകയാണ്. അവിടെ ചെന്ന് പപ്പയെ ആദ്യം കാണുന്നു. അപ്പം അയാൾ കുറേ അണ്ടിപ്പരിപ്പൊക്കെ കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ അണ്ടിപ്പരിപ്പ് വേണമെന്ന് ചോദിച്ചിട്ട് എടുത്ത് കൊടുക്കുന്ന സമയത്ത് ഈ കുട്ടി അയാളുടെ കൈക്ക് കയറി പിടിക്കുന്ന ഷോട്ടുണ്ട്. അതൊക്കെ എന്തൊരു പ്ലേസ്മെൻ്റാണെന്നറിയോ ആ സിനിമയിൽ. അതിങ്ങനെ പിടിച്ചിട്ട് അവനിങ്ങനെ മുറുക്കെ പിടിക്കുകയാണ്. അവന് 2 വയസ്സുള്ള സമയത്താണ് ഇവർ ഈ ഭാര്യയും ഭർത്താവും തമ്മിൽ പിരിയുന്നത്. അപ്പം അവൻ കണ്ടിട്ടില്ല, അവൻ തൊട്ടിട്ടില്ല. എന്തൊരു രസമാണ് അച്ഛൻ്റെ കൈ പിടിക്കാൻ എന്നൊക്കെ പറയുന്നത് അവൻ അത്രയും കൗതുകത്തോടുകൂടി അത്രയും ഇഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു കാര്യമാണ്. ഒരു കുഞ്ഞ് എനിക്കൊരു അച്ഛനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇമോഷൻ ഇടുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയും ആരാണ് എന്ന് പോലും അറിയാത്ത ഒരാൾ ഇപ്പുറത്തെ സൈഡിൽ നിൽപ്പുണ്ട്, മോനപ്പൻ. അവനെയും കൂടി ചേർത്തിട്ട് ഇത് കാണുമ്പോഴാണ് നമുക്ക് ഇത്രയും ഇത് ഇമോഷണലി കണക്റ്റ് ആവുന്നത്. പക്ഷേ ഇവിടെ റോഹൻ മാത്രമല്ല, റോഹൻ്റെ ചേച്ചി മീരയും ഒരു എഫേർട്ട് ഇടുന്നുണ്ട്. അവർ റോഹൻ്റെ അമ്മയെ ചെന്ന് കാണുന്നുണ്ട്. കുഞ്ഞമ്മയ്ക്ക് എന്നോട് പിണക്കമാണോ എന്നൊക്കെ ചോദിച്ച് വീട്ടിൽ കയറി ചെന്ന്. അപ്പം കുഞ്ഞുങ്ങളോട് നമുക്ക് എന്ത് ദേഷ്യമോ. ഈ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള പ്രശ്നമാണ്, അതായത് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഉപദ്രവങ്ങളും പ്രശ്നങ്ങളുമാണ് ഇവരെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ കുഞ്ഞുങ്ങളോട് അതില്ലല്ലോ. ഈ പറയുന്ന 4-5 കൊല്ലം മുമ്പ് പോയ ഒരു സ്ത്രീ എന്ന് പറയുമ്പോൾ അന്ന് മീര കുഞ്ഞാണ്. അപ്പോൾ അതേ സ്നേഹത്തോടുകൂടി അവളെ വീട്ടിലേക്ക് വിളിച്ച് അവൾക്ക് വയറ് നിറച്ച് ആഹാരം കൊടുത്ത് യാത്രയാക്കുമ്പോൾ ഞാൻ ഇനിയും ഇവിടെ വരും എന്ന് പറഞ്ഞിട്ടാണ് മീര അവിടുന്ന് പോകുന്നത്. ഇതിനിടയിൽ റോഹൻ്റെ അമ്മയെ കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്ന കന്യാസ്ത്രീമാരെ നമ്മൾ കാണുന്നുണ്ട്. ഉറപ്പായിട്ടും മോനപ്പൻ തന്നെ ആയിരിക്കും പറഞ്ഞു വിട്ടിട്ടുണ്ടാവുക. പക്ഷെ അവർ പോയി കഴിഞ്ഞിട്ട് ഇവരുടെ ഇടയിൽ ഒരു കോൺവെർസേഷൻ ഉണ്ട്. ഈ അമ്മയും മകനും തമ്മിലൊരു കോൺവെർസേഷൻ. ഇതിന് പാരലലി അപ്പുറത്ത് മകളും അച്ഛനും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ട്. അപ്പോൾ എന്തിനാണ് നിങ്ങൾ പിരിഞ്ഞതെന്നുള്ളതാണ് കുഞ്ഞുങ്ങളുടെ ചോദ്യം. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നുള്ളതാണ് മുതിർന്നവരുടെ ഉത്തരം. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് മീര കുഞ്ഞമ്മയുടെ അടുത്ത്, റോഹൻ്റെ അമ്മയുടെ അടുത്ത് പോയിട്ട് ആഹാരം കഴിക്കുന്നത്. ആഹാരം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ അമ്മ പറയുന്നൊരു ഡയലോഗ് ഇങ്ങനെയാണ്: കുഞ്ഞമ്മയ്ക്ക് ഒത്തിരി ബുദ്ധിയുണ്ട്, മിടുക്കിയാണ് എന്ന് പറയുന്നൊരു അഹംഭാവമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ നിൻ്റെ മുമ്പിൽ ഞാൻ ഒന്നും അല്ലാതായിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ അവൾ തിരിച്ചു പറയുന്നത് പപ്പയ്ക്കും പിണക്കമൊന്നുമില്ല. കാരണം ഇവക്കറിയില്ലല്ലോ പപ്പ ക്രൂരനായിരുന്നു, ഇത്രയും വൃത്തികേടൊക്കെ കാണിച്ചിട്ടാണ് അമ്മ ഇറങ്ങിപ്പോയതെന്ന്. അപ്പോൾ പപ്പയ്ക്കും പിണക്കമൊന്നുമില്ല. എന്നെ റോഹനെ എന്തിനാണ് ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? ഞാൻ ഇനിയും വരും, ഇത് എൻ്റെയും കൂടി വീടാണ്. അവിടെ അവൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ഈ മഞ്ഞുരുക എന്നൊക്കെ പറയില്ലേ, മഞ്ഞ് പോലെ ഉരുണ്ടുകൂടിയിരിക്കുന്ന അവരുടെ സങ്കടങ്ങളുണ്ട്, ദേഷ്യങ്ങളുണ്ട്, അതിനെയൊക്കെ ഉരുക്കി തുടങ്ങുന്ന ഒരു കാര്യമാണ് മീര അവിടെ ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കെൻഡ് ആകുമ്പോഴേക്ക് ശനിയാഴ്ചകളിലാണ് റോഹൻ അവൻ്റെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വേഷം മാറി ഈ പോക്ക് പോകുന്നത്. അങ്ങനെ മോനപ്പനും റോഹനും കൂടി അച്ഛനെ ചെന്ന് കാണുന്നു. അവരൊരുമിച്ച് ഈ ക്യാബിനിലിരിക്കുന്ന സമയത്ത് റോഹന് മൂത്രമൊഴിക്കാൻ മുട്ടുന്നു, അവൻ ടോയ്ലറ്റിലേക്ക് പോകുന്നു. ആ സമയത്താണ് മോനപ്പനെക്കുറിച്ച് റോഹൻ്റെ അച്ഛൻ ചോദിക്കുന്നത്. മോൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു ഓർഫൺ ആങ്കിളെ എന്നാൽ അവൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയാണ്. അങ്ങനെ ഒരു മറുപടി എന്ന് പറയുന്നത് ഇപ്പുറത്തിരിക്കുന്ന ആളെ പെട്ടെന്ന് ഇരുത്തിക്കളയും. അങ്ങനെ ഇരിക്കുകയും മോനപ്പൻ അവൻ്റെ ജീവിതകഥ പറയുകയും ചെയ്യുന്നുണ്ട്. ഒരു തമിഴ് പത്രത്തിലാണ് കിടത്തിയിരുന്നതെന്നൊക്കെ അവൻ വളരെ സ്ട്രോങ് ആയിട്ട് പറയുന്നുണ്ട്. അവൻ റോഹനോട് പറയുമ്പോഴാണ് നുണകൾ പറഞ്ഞിരുന്നത്, പുളുവടിച്ചിരുന്നത്. മുതിർന്നവരോട് സംസാരിക്കുമ്പോൾ മുതിർന്നവരുടെ ലോകത്ത് എന്താണ് പറയേണ്ടതെന്നും ഒക്കെ മനസ്സിലാക്കാനുള്ള ഒരു പക്വത അവനുണ്ടായിരുന്നു. പിന്നീട് നമ്മൾ സിനിമയിൽ ഉടനീളം നോക്കാനാണെങ്കിൽ അവൻ മുതിർന്നവരോട് ചോദിക്കുന്നതെല്ലാം പെർഫെക്റ്റ് ചോദ്യങ്ങളാണ്. അവൻ റോഹൻ്റെ അച്ഛനോട് ചോദിക്കുന്നത് അങ്കിളിന് എത്ര പിള്ളേരുണ്ട് എന്നുള്ളതാണ്. എനിക്കൊരു മോളുണ്ടെന്ന് പറയുമ്പോൾ അവൻ തിരിച്ചു ചോദിക്കുന്നത് ഒരു മോളേ ഉള്ളോ എന്നാ. അപ്പോഴേക്കും ഇയാൾ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആവുന്നുണ്ട്. ആ സമയത്ത് തന്നെ റോഹൻ റൂമിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ മോനപ്പൻ ടോയ്ലറ്റിലേക്കെന്ന് പറഞ്ഞ് പോയിട്ട് ഈ ടോയ്ലറ്റ് റൂമിൻ്റെ അകത്ത് കയറിയിട്ട് അവൻ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണ്. അവിടെയൊക്കെ ഉണ്ടല്ലോ ഒരു തെളിഞ്ഞ അഭിനേതാവിനെ നമ്മൾ കാണുകയെന്ന് പറയില്ല, അത്രയും രസമായിട്ട്. അല്ല, ഇതൊക്കെ ആരോടെങ്കിലും പറയണ്ടേ? ഫോൺ എടുത്ത് വെച്ചിട്ട് അവൻ സംസാരിക്കുന്നത്, ഇതൊക്കെ ആരോടെങ്കിലും പറയണ്ടേ? അതുകൊണ്ടാണ് നിങ്ങളെ മുകളിലേക്ക് വിളിച്ച് പറയുന്നത്. ഇവിടെ കുറേ ആൾക്കാർ മക്കളെ വഴിയിലിട്ടേച്ച് പോകുന്നു, വേറെ ചില ആൾക്കാർ മക്കളുടെ എണ്ണം കുറച്ച് പറയുന്നു. ഇവർക്കൊക്കെ എന്നാ പറ്റിയേ? അതോ ഞങ്ങൾ പിള്ളേർക്കാണോ പറ്റിയത് എന്ന് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഇത് ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നല്ലൊരു കുടുംബം, അതായത് സേഫായിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ഒരു കുടുംബം ആഗ്രഹിക്കുന്ന ഒരു കുഞ്ഞ് എന്നൊക്കെ പറയുന്ന ഒരു ആംഗിളിൽ ആലോചിച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര ആഴവും വ്യാപ്തിയും ഒക്കെ ഉള്ളൊരു ചോദ്യമാണ്. നമ്മൾ ഇതിനു മുമ്പ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് വളരെ സേഫായ ഒരു ആംബിയൻസ് ഒരുക്കി കൊടുക്കാൻ പറ്റില്ലെങ്കിൽ, നിങ്ങൾക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡ് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങൾ പിള്ളേരെ ഉണ്ടാക്കരുത്. അവർ ഈ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങും, ഞങ്ങൾക്കാണോ പിന്നെ പറ്റിയേ? അവസാനം അവർക്ക് എന്തെങ്കിലും പറ്റിയതുപോലെയാവും, അവരുടെ ചൈൽഡ്ഹുഡ് ഇല്ലാതാവും, പിന്നീട് ഓർത്തെടുക്കാൻ ഒന്നും ഇല്ലാത്ത പോലെയായി പോകും ആ കുഞ്ഞുങ്ങൾ. നിങ്ങൾക്ക് സ്റ്റേബിളായി ഹാപ്പിയായി മുന്നോട്ട് പോകാൻ പറ്റില്ല. അങ്ങനെ ഒരു കുടുംബാന്തരീക്ഷം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പിള്ളേരെ ഉണ്ടാക്കാൻ പോകരുത്.
ഇറ്റ്സ് ദ സിംപ്ലസ്റ്റ് കാര്യം. അത് നമ്മൾ ഇന്നാണ് പറയുന്നത്, പക്ഷെ അന്ന് അങ്ങനെ അല്ലല്ലോ. അന്ന് കല്യാണം കഴിയുക, ഇത്ര നാളിനുള്ളിൽ പിള്ളേരെ ഉണ്ടാക്കുക, പിന്നെ പിള്ളേരെ എങ്ങനെയെങ്കിലും വളർന്നോളും. അങ്ങനെയുള്ള പിള്ളേർ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇതൊക്കെ. നിങ്ങൾ എന്തൊക്കെ ഈ കാണിക്കുന്നത്? ഞങ്ങളാണോ ഇതിനൊക്കെ കാരണം? ഞങ്ങളാണോ തെറ്റ് ചെയ്തത്? അത് കഴിഞ്ഞ് തിരിച്ച് റോഹനെ വിളിച്ച് അവൻ ആ ക്യാബിനിൽ നിന്ന് ഇറങ്ങുമ്പോൾ വീണ്ടും ഒന്നുകൂടി റോഹൻ്റെ അച്ഛനോട്, ലാലിനോട് ചോദിക്കുന്നുണ്ട്, അങ്കിളിന് ഒരു മോളെ ഉള്ളല്ലോ അല്ലേ എന്ന് ചോദിച്ചിട്ടൊരു പോക്കാണ്. സ്വാഭാവികമായും ഈ ചോദ്യം വരുമ്പോൾ റോഹൻ്റെ അച്ഛനൊരു ഡൗട്ട് ഉണ്ടാവും. അങ്ങനെ റോഹൻ്റെ അച്ഛൻ വണ്ടിയെടുത്ത് ഇവരെ രണ്ടുപേരെ, ഇവർ സൈക്കിളിനാണ് വരുന്നത്, ഇവരെ ഫോളോ ചെയ്ത് പോകുന്ന വഴിക്ക് ഇദ്ദേഹം മനസ്സിലാക്കുന്നു ഇവൻ വിഗ്ഗും വെച്ച് വന്നേക്കുന്ന ആൺകുട്ടിയാണ് തൻ്റെ തന്നെ മകനാണെന്നുള്ളത്. അദ്ദേഹം തൻ്റെ സുഹൃത്തായിട്ടുള്ള ബിജുവിനെ വിളിക്കുന്നു. സിദ്ദിഖാണ് ആ ക്യാരക്ടർ ചെയ്യുന്നത്. ബിജുവിനെ വിളിച്ച് ക്ലബിലേക്ക് വരണമെന്ന് പറയുന്നു. അവിടെ വെച്ച് ഈ കാര്യമൊക്കെ പറയുന്നു. അവർ തമ്മിലുള്ള കോൺവെർസേഷനിലാണ് ഇവന്മാർ മിടുക്കന്മാരാണ്, അവിടം വരെ എത്തിയല്ലോ, അപ്പോൾ ഈ മോനപ്പൻ എന്ന് പറയുന്ന കൂടെ വന്നവനാണ് ഇതിൻ്റെയൊക്കെ മാസ്റ്റർ ബ്രെയിൻ എന്നൊക്കെ അവർ പറയുന്നുണ്ട്. തിരിച്ച് വീട്ടിലെത്തിയതിന് ശേഷമാണ് മീര അച്ഛനോട് അവനെക്കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നത്. അങ്ങോട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് ഉത്തരം കൊടുക്കുന്നതാണ്. ഇത് മുഴുവൻ കേട്ട് കഴിയുമ്പോൾ ലാൽ മീരയോട് ചോദിക്കുന്നുണ്ട്, നീ അവൻ്റെ ചേച്ചിയല്ലേ, നീ അവൻ എന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ടുണ്ടോ? അതായത് അയാൾക്കൊന്നും വാങ്ങിക്കൊടുക്കാൻ പറ്റില്ല. ഇയാളുടെ ഉള്ളിലെ കുറ്റബോധമാണ്. ഞാൻ ഈ മാത്യു പോൾ എന്ന് പറയുന്നത് തിരക്കഥാകൃത്തിൻ്റെ ബ്രില്യൻസിനെയാണ് ഇവിടെ പറയുന്നത്. അയാളുടെ ഉള്ളിലെ കുറ്റബോധം, അയാൾക്ക് ഇത്രയും വർഷങ്ങളായി തൻ്റെ മകന് വേണ്ടി ഒന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല. അവനൊരു മുട്ടായി പോലും വാങ്ങിച്ചു കൊടുക്കാൻ അയാൾക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ സ്വന്തം മകൾ ഇത് അനിയനാണെന്ന് അറിഞ്ഞ് അവനോട് വളരെ സ്നേഹത്തിലാണ് അവൻ കൊണ്ടുവരുന്ന മിഠായികളൊക്കെ അവർ കഴിക്കാറുണ്ട്. അവർ തമ്മിൽ നല്ലൊരു സഹോദര ബന്ധം അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ ഇയാളൊന്നും കൊടുത്തില്ലല്ലോ എന്നുള്ള കുറ്റബോധമാണ് ഇയാൾ മകളോട് ചോദിക്കുന്നത്. നീ അവൻ എന്തെങ്കിലും വാങ്ങി കൊടുത്തിട്ടുണ്ടോ? നീ അവൻ്റെ ചേച്ചിയല്ലേ, അങ്ങനെയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവൾ തിരിഞ്ഞൊരൊറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ, പപ്പയ്ക്കില്ലാത്ത സ്നേഹം എനിക്കെന്തിനാന്നുള്ളത്. അയാൾ തകർന്നടിഞ്ഞു പോകുന്നൊരു മൊമെൻ്റാണ്. അത്രയും ചോദിച്ചാൽ മതി. അതൊരു കുഞ്ഞ് ചോദിക്കുന്ന ചോദ്യം തന്നെയാണ്, ആ കുഞ്ഞിൻ്റെ ആംഗിളിലുള്ള ചോദ്യം തന്നെയാണ്. പക്ഷേ ഈ സ്നേഹം, നിങ്ങൾക്കില്ലാത്ത സ്നേഹം എന്തിനാ എനിക്ക് എന്ന് പറയുന്ന പോലത്തെ ഒരു ഡയലോഗ് ഒരു കുഞ്ഞിൻ്റെ വായിൽ നിന്ന് വരുമ്പോൾ സ്നേഹത്തിനെ എവിടെയൊക്കെയോ കട്ട് ചെയ്യാനുള്ളതാണ്, നിഷേധിക്കാനുള്ളതാണ് എന്ന് പറയുന്ന ഒരു ആംഗിളിൽ കൂടി ആ കുഞ്ഞ് ഇത് മനസ്സിലാക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യണം എന്നല്ല, പക്ഷേ അങ്ങനെ മുതിർന്നവരുടെ ലോകത്ത് അങ്ങനെ കട്ട് ചെയ്ത് കളയും എന്ന് പറയുന്നൊരു ബോധ്യം ആ കുഞ്ഞിനുണ്ട്. എന്തായാലും പിറ്റേ ദിവസം സ്കൂളിലേക്ക് പോകുമ്പോൾ നല്ല ബ്രേക്ക് ഡാൻസ് കാണണമെങ്കിൽ സ്കൂളിലേക്ക് വന്ന് മീര പറയുന്നുണ്ട്. അത് മറ്റൊന്നും കൊണ്ടല്ല, റോഹൻ്റെ ബ്രേക്ക് ഡാൻസ് ഉണ്ട്, അത് കാണാൻ വേണ്ടിയിട്ട് തൻ്റെ മോനല്ലേ റോഹൻ ലാൽ എന്ന് സ്കൂളിൽ അനൗൺസ് ചെയ്യുന്ന സമയത്ത് അങ്ങോട്ടേക്ക് ഓടിപ്പോകുന്ന ലാലിനെ നമ്മൾ കാണുന്നുണ്ട്. റോഹനും അച്ഛനെ കാണുന്നുണ്ട്. അതുപോലെ ലത അമ്മ ലാലിനെ, അച്ഛനെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് വീണ്ടും സിദ്ദിഖുമായിട്ടുള്ളൊരു കോൺവെർസേഷനാണ്. ആ കോൺവെർസേഷനിൽ വെച്ചിട്ടാണ് അവനെ നന്നായിട്ടാണ് വളർത്തിയിരിക്കുന്നത്. അച്ഛനില്ലാതെ ഇത്രയും വർഷം വളർന്നൊരു പയ്യനായിട്ട് തോന്നുകയില്ല, അവളെ അപ്രിഷ്യേറ്റ് ചെയ്യണമെന്നൊക്കെ പറയുമ്പോഴാണ് നീ എന്തുമാത്രം ഉപദ്രവമാണ് അവൾക്ക് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് സിദ്ദിഖിൻ്റെ ക്യാരക്ടർ ഈ ലാലിനോട് പറയുന്നത്. ഗർഭാവസ്ഥയിൽ പോലും സ്വസ്ഥത കൊടുത്തിട്ടില്ലല്ലോടാ എന്ന് പറയുന്ന കുറ്റം മുഴുവൻ പറഞ്ഞിട്ട് പിന്നെ ഡയലോഗ് ഇങ്ങനെയാണ്, നിൻ്റെ ഉള്ളിലെ നന്മ എനിക്കറിയാം, അതുകൊണ്ടാണ് ഞാൻ നിൻ്റെ കൂടെ ഇപ്പോഴും നിൽക്കുന്നത്. അത് ഇത്രയും ക്രൂരത കാണിച്ചിട്ട് ഇയാളുടെ ഉള്ളിൽ നന്മയുണ്ട് എന്ന് പറയാൻ കാണിക്കുന്ന ആ ഒരു സുഹൃത്തിൻ്റെ ഹൃദയം ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുമല്ലോ ചില ആൾക്കാരെ, അതായത് നന്നാവാൻ സ്കോപ്പുള്ള ആൾക്കാരെ അവരെ കൂടെ നിർത്തി നന്നാക്കിയെടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ടാവാം. മാത്രമല്ല ഈ ലാൽ എന്ന് പറയുന്നൊരു ക്യാരക്ടർ അന്ന് ചെയ്തത് തെറ്റാണെന്ന് തിരിച്ചറിയുന്ന ഒരാളാണ്. എന്തായാലും അന്ന് രാത്രി ലാൽ ലതയെ വിളിക്കുകയാണ്. ലതയെ വിളിച്ചിട്ട് നീ മകനെ നന്നായിട്ടാണ് വളർത്തിയിട്ടുള്ളത്, നീ ഒരു നല്ല അമ്മയാണ് എന്നുള്ള കറക്റ്റ് ഡയലോഗ് ഞാൻ എഴുതിയത്. ഐ എം പ്രൗഡ് ഓഫ് യു, നിൻ്റെ തൻ്റെ മിടുക്ക് അവനുണ്ട്, യു ആർ എ ഗ്രേറ്റ് മദർ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ മഞ്ഞുരുകുന്ന ഒരു സീനാണ്. എന്തായാലും തൊട്ടടുത്ത ശനിയാഴ്ച റോഹനും മോനപ്പനും കൂടി ഈ പറയുന്ന പെൺവേഷം കെട്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ റോഹനെ അവൻ്റെ അച്ഛൻ കയ്യോടെ പൊക്കുന്നുണ്ട്. മോനപ്പനെ പിടിച്ചുകൊണ്ട് വരുന്നത് സിദ്ദിഖ് അവതരിപ്പിക്കുന്ന ബിജു എന്ന് പറയുന്ന കഥാപാത്രമാണ്. അവർ തമ്മിലുള്ള കോൺവെർസേഷന് ശേഷം ബിജു ലതയോട് അവരുടെ വീട്ടിൽ ചെന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മറന്നുകൂടെ, നീ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളെയൊക്കെ മറന്നുകൊണ്ട്, അതായത് ഇൻഡിപെൻഡൻറ്റ് വുമൺ എന്ന് പറയുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ അന്നുണ്ടായിട്ടുള്ള വിഷമങ്ങൾ, ആ വിഷമങ്ങളൊക്കെ മറന്നിട്ട് ഭൂമിയോളം ക്ഷമിക്കുന്നതല്ലേ സ്ത്രീ, അപ്പോൾ ഈ കാര്യം ഒന്ന് വിട്ടുകൊടുത്തൂടെ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ അയാൾ ചോദിക്കുന്നുണ്ട്. പക്ഷേ ലത അങ്ങനെ വിട്ടുകൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആളല്ല. അവിടുന്ന് ബിജു നേരെ പോകുന്നത് ഈ കുഞ്ഞുങ്ങളെ കാണാൻ വേണ്ടിയിട്ടാണ്. മോനപ്പനും ബാക്കി രണ്ടുപേരോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം മീരയോടും റോഹനോടും പോയി കളിച്ചോളാൻ പറഞ്ഞിട്ട് മോനപ്പനോട് ബിജു പറയുന്നുണ്ട്, ഞാൻ സംസാരിച്ചിട്ട് അടുക്കുന്നില്ലടാ എന്നുള്ളത്. അപ്പോൾ മോനപ്പൻ അവൻ പഠിച്ചിട്ടുള്ള ഒരു നാടകത്തിലെ ഡയലോഗ്, അവനെ സിസ്റ്റർമാർ പഠിപ്പിച്ചിട്ടുള്ള ഒരു നാടകത്തിലെ ഡയലോഗ് പറയുകയാണ്. ആ വചനങ്ങളുടെ അർത്ഥം ഇത്രയേ ഉള്ളൂ, സ്നേഹം എന്ന് പറയുന്നത് ക്ഷമിക്കലും വിട്ടുകൊടുക്കലും പ്രത്യാശയും ഒക്കെയാണ് എന്നർത്ഥം വരുന്നൊരു ഡയലോഗാണ്. അതൊരിക്കലും അവസാനിക്കാത്ത ഒന്നാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, അവരുടെ പപ്പയും മമ്മിയും അവർക്ക് വേണ്ടി ഒരു ത്യാഗവും ചെയ്യാൻ തയ്യാറല്ല. ഇതൊക്കെ കണ്ടല്ലേ ഞങ്ങൾ വളരുന്നത്, എന്നിട്ട് ഞങ്ങളങ്ങ് നന്നായിക്കോ എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവാനാ? ശരിയല്ലേ? നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കാത്ത എന്തെങ്കിലും ഒന്ന് അവർ ചെയ്യണം എന്ന് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ അതെങ്ങനെയാണ് പറ്റുക?
കമ്പാഷനേറ്റായി പെരുമാറുക, എംപത്തറ്റിക്കായി പെരുമാറുക, ആളുകളെ സ്നേഹിക്കുക, തെറ്റുകൾ പൊറുക്കാൻ പറ്റുക, അല്ലെങ്കിൽ തെറ്റുകൾ കണ്ടാൽ ചോദ്യം ചെയ്യുക, ഇതൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കാതെ പിള്ളേരങ്ങ് നന്നായിക്കോണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ശരിയാവുക? പക്ഷേ അത് ആ കുഞ്ഞുങ്ങളുടെ ആംഗിളിൽ നിന്ന് ആലോചിക്കുമ്പോഴും അത് അച്ഛനും അമ്മയ്ക്കും വിട്ടുകൊടുത്തൂടെ ആ മക്കളുടെ സന്തോഷത്തിന് വേണ്ടി എന്ന് പറയുന്ന ചോദ്യം വരുമ്പോഴും ലത എന്ന് പറയുന്ന ഒരു സ്ത്രീ അവിടെ അനുഭവിച്ചിട്ടുള്ള ആ വേദനകളെ നമുക്ക് കാണാതിരിക്കാൻ പറ്റില്ല. അവരുടെ ജീവിതം നരകതുല്യമാക്കി മാറ്റിയിട്ടുള്ള മറ്റൊരു സ്ത്രീയോട്, മുൻ ഭാര്യയുമായി കമ്പയർ ചെയ്തുകൊണ്ട് അയാൾ നടത്തിയിട്ടുള്ള ആക്രമണങ്ങളൊന്നും നമുക്ക് കണ്ടില്ല എന്നടിക്കാൻ പറ്റില്ല. അത് അവിടെ തന്നെയുണ്ട്. അവിടെയാണ് ഞാൻ ഈ സിനിമയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യോജിക്കാൻ പറ്റാതായി പോകുന്നൊരു മൊമെൻറ്റ്. എന്തായാലും മോനപ്പൻ വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. ഈ പറയുന്ന ബിജു എന്ന് പറയുന്ന സുഹൃത്തടക്കം വിട്ടുകൊടുക്കുമ്പോൾ മോനപ്പൻ വിട്ടുകൊടുക്കില്ല. മോനപ്പൻ കണ്ടുപിടിക്കുന്ന ഐഡിയ ലതയുടെ പിറന്നാൾ ദിവസം ഇവരെ 4 പേരെയും, ലതയും ലാലിനെയും മീരയും റോഹനെയും കൂടി ഒരു ഐസ്ക്രീം പാർലറിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പം മക്കൾ 2 പേരും അവരവരുടെ വീട്ടിൽ നിന്ന് അച്ഛനെയും അമ്മയും ബഹളം വെച്ച് എങ്ങനെ എന്തായാലും വന്നേ പറ്റൂ എന്നൊക്കെ പറഞ്ഞാൽ ഐസ്ക്രീം പാർലറിലേക്ക് കൊണ്ടുവരികയാണ്. ആ സീനൊക്കെ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നൊരു കാര്യം, അന്ന് ഐസ്ക്രീം പാർലറിൽ പോവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാൻ പോവുക എന്ന് പറയുന്നത് അതൊരു ലക്ഷറി പരിപാടിയായിരുന്നു. ഒരു ഐസ്ക്രീം പാർലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മുറ്റത്ത് അത്യാവശ്യം കാറുകൾ മാത്രം കാണുന്ന, ബൈക്കും പരിപാടികളൊക്കെ വളരെ കുറവ് മാത്രമുള്ള അങ്ങനെ ഒരു ലക്ഷറി സെഗ്മെൻറ്റാണ്. ഇന്ന് ഐസ്ക്രീം എന്ന് പറയുന്നത് അങ്ങനെയൊന്നും അല്ലല്ലോ. അതിനുശേഷം ഈ മണി അടിച്ചുകൊണ്ട് ഐസ്ക്രീമുമായി വരുന്ന ചേട്ടന്മാരൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഐസ്ക്രീം പാർലറിൽ പോയി കഴിക്കുക എന്ന് പറയുന്നത് പോയി കഴിക്കലായിരുന്നു. ഒരു വേറെ തന്നെ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. എൻ്റെ ജനറേഷനിലുള്ള ആൾക്കാർ അവരുടെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുണ്ടാവും, അതിന് ശേഷമുള്ളവർ അങ്ങനെ അതിനെ കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അത് ഈ സിനിമയിലൊരു കൗതുകമായിട്ട് എനിക്ക് തോന്നി. എന്തായാലും മോനപ്പൻ ഒരു ട്രിക്ക് അവിടെ കാണിക്കുന്നുണ്ട്. ലതയുടെ കാറിൻ്റെ കീ അവനെടുത്ത് മാറ്റുകയാണ്. സ്വാഭാവികമായും ലത ലാലിനോടൊപ്പം തിരിച്ച് വീട്ടിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. ഇതിനിടയ്ക്ക് ഈ പാർലറിൽ വെച്ചുള്ള ഒരു രസമുള്ള സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലതയുടെ അടുത്ത് ലാൽ അപ്പോളജൈസ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഭാഗത്ത് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നീ ക്ഷമിക്കണം എന്നൊക്കെ അപ്പോളജൈസ് ചെയ്യുന്ന സമയത്ത് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന മീര, കുട്ടികൾ 3 പേരും കൂടി ഒളിഞ്ഞു നോക്കുകയാണ്. അപ്പോൾ മീര പറയുന്നുണ്ട്, നോക്ക് ഞാൻ പറഞ്ഞില്ലേ പപ്പ പാവമാണ് എന്നുള്ളത്. അപ്പോൾ അതിന് മോനപ്പൻ കൊടുക്കുന്നൊരു മറുപടി ഉണ്ട്, അത് പാവമായിട്ടല്ല, അത് ഞങ്ങൾ ആണുങ്ങളുടെ ജന്മ ഗുണമാണ് എന്ന് പറയുന്നൊരു ഡയലോഗ്. അത് അവൻ്റെ ഈ പറയുന്ന വല്യപ്പൻ കൂട്ടുകാരുണ്ടല്ലോ, വൃദ്ധസാധനത്തിലുള്ള പ്രായമായിട്ടുള്ള അപ്പൂപ്പന്മാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സംഭവത്തിൽ നിന്ന് അവൻ പറഞ്ഞതായിരിക്കും. പക്ഷേ ആണുങ്ങളുടെ ജന്മഗുണമായി തന്നെ ഉണ്ടാവേണ്ട ഒരു കാര്യമാണ് തെറ്റുകൾ തിരിച്ചറിയുകയും മാപ്പ് പറയുകയും തിരുത്തുകയും ചെയ്യുക എന്നുള്ളത്. പക്ഷേ ഈ അടുത്തൊക്കെ ആയിട്ട് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലെ ആൺ എന്ന് പറയുന്ന സങ്കല്പത്തിൽ നോക്കുമ്പോൾ തെറ്റുകൾ ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ തയ്യാറാവാത്ത, തെറ്റ് തിരുത്താൻ തയ്യാറാവാത്ത, അതിനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നത് പോലെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, തിരുത്തി മുന്നോട്ട് പോകുക എന്നുള്ളതും ആണുങ്ങളുടെ ഗുണങ്ങളിലുണ്ടാവേണ്ടതാണ്. എന്തായാലും മോനപ്പൻ വീണ്ടും പ്ലാൻ എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. അതായത് റോഹൻ വീട്ടിൽ ദേഷ്യം പ്രകടിപ്പിക്കുന്നു. അവൻ കൂട്ടുകാരോടും നാട്ടുകാരോടും ഒക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് പെരുമാറുന്നത്. അത് അച്ഛനില്ലാതെ വളരുന്നതുകൊണ്ടാണ്. അങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റോഹൻ വീട്ടിൽ കുറേ കുരുത്തക്കേട് കാണിക്കുകയും അവൻ അടി കിട്ടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ വിഷമമൊക്കെ ഈ ചേച്ചിയും അനിയനും തമ്മിൽ സംസാരിക്കുന്നത്, തല്ല് കിട്ടിയതിൻ്റെ വിഷമമൊക്കെ അവർ പറയുന്നുണ്ട്. ആ പ്ലാൻ ഒന്ന് വർക്കായി തുടങ്ങുമ്പോൾ മോനപ്പൻ ചെന്ന് ലതയെ കാണുന്നുണ്ട്. ലത മാത്രമുള്ളൊരു സമയത്ത് വീട്ടിൽ ചെന്നിട്ട് അവൻ പറയുന്നത്, ഞാൻ റോഹൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്, അവനിപ്പോൾ ഭയങ്കര ദേഷ്യമാണ്, സ്കൂളിലും എല്ലാവരോടും ദേഷ്യമാണ്. ഞാൻ സിസ്റ്റർമാരോട് സംസാരിച്ചപ്പോൾ അവനിങ്ങനെ ആരെയും പേടിക്കാതെ വളർന്നു കഴിഞ്ഞാൽ ശരിയാവില്ല, അവനിപ്പോൾ പപ്പയെ പേടിയുണ്ട്, അപ്പോൾ പപ്പയുടെ കൂടെ വളരുക, അല്ലെങ്കിൽ പപ്പയോടുള്ള പേടി അത് അങ്ങനെ വേണം, അത് നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണം എന്ന് പറയുന്ന ആ ഒരു കാര്യമാണ് അവൻ പറയുന്നത്. അതിൻ്റെ കൂടെ അവൻ ചോദിക്കുന്നത് ഇങ്ങനെയാണ്, റോഹനും മീരയൊക്കെ പുറത്ത് ചിരിച്ച് കാണിക്കുന്നു എന്നേ ഉള്ളൂ, നിങ്ങളൊക്കെ പഠിച്ച ആൾക്കാരല്ലേ എന്നുള്ളതാണ്. റോഹനും മീരയ്ക്കും നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? നിങ്ങൾ ഇത്രയും വിവരവും വിദ്യാഭ്യാസമൊക്കെ ഉള്ള ആൾക്കാർ, തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാൻ പറ്റുമെങ്കിൽ ശ്രമിച്ച് നോക്കണ്ടേ എന്ന് പറയുന്നൊരു ചോദ്യമാണ്. അവൻ ഈ നാട്ടുകാർ ചോദിക്കുന്ന സ്ഥിരം ചോദ്യങ്ങളുണ്ടല്ലോ, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് ഒന്നിച്ചൂടെ എന്നൊന്നുമല്ല ചോദിക്കുന്നത്, നിങ്ങളൊക്കെ പഠിച്ച ആൾക്കാരല്ലേ, നിങ്ങൾക്ക് ആലോചിച്ച് നോക്കിക്കൂടെ എന്നുള്ളൊരു ചോദ്യമേ അവൻ മുന്നോട്ട് വെക്കുന്നുള്ളൂ. എന്തായാലും അത് കഴിഞ്ഞ് പട്ടിണി കിടക്കാൻ തീരുമാനിക്കുന്ന റോഹൻ്റെ ഒരു നാടകം കൂടിയുണ്ട്. അത് മോനപ്പൻ്റെ ഐഡിയ തന്നെയായിരുന്നു. അതും കൂടി ഏൽക്കുകയാണ്. അതിനുശേഷം ലതയും ലാലും കൂടി ബിജുവിൻ്റെയും ബിന്ദുവിൻ്റെയും അവരുടെ കൂട്ടുകാരാണ്, അവരുടെ വീട്ടിൽ പോയിരുന്ന് സംസാരിച്ച് അവർ ഒരുമിച്ച് ജീവിക്കാൻ ഉള്ള തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിന് ശേഷമുള്ള സെലിബ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സെലിബ്രേറ്റിംഗ് മൊമെൻറ്റ്സ് കഴിഞ്ഞിട്ട് ഈ പിള്ളേർ മുഴുവൻ ഗാർഡൻ ഏരിയയിൽ നിന്ന് കളിക്കുകയാണ്. ലതയും ലാലും മുകളിലാണ് നിൽക്കുന്നത്. അവരവിടെ നിന്നിട്ട് കൈ വീശി കാണിച്ച് വിളിക്കുമ്പോഴേക്കും ഈ മക്കൾ 2 പേരും ഓടിപ്പോകും. അവരുടെ അച്ഛനും അമ്മയും വിളിക്കുകയല്ലേ. അപ്പോൾ അവർ ഭയങ്കര സന്തോഷത്തിൽ അവർ ഒരുമിച്ച് നിൽക്കുന്നത് കണ്ടതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അങ്ങോട്ടേക്ക് ഓടിപ്പോവുകയാണ്. അപ്പോൾ ഇവർ മോനപ്പനെ വിളിക്കാൻ വിട്ടുപോയി. മോനപ്പൻ താഴെ നിൽപ്പുണ്ട്. അവൻ ഇവരെ കൈവീശി കാണിക്കുന്നൊക്കെ ഉണ്ട്. പക്ഷെ അവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക, കാണുന്നില്ല. ആ മൊമെൻറ്റിൽ മോനപ്പൻ്റെ എക്സ്പ്രഷൻസിൽ അവന് സ്നേഹമുണ്ട്. അവനെ സ്നേഹിക്കുന്ന, അവനെ ചേട്ടനായി കണ്ടിട്ടുള്ള റോഹനാണ്. അവനെ അനിയനെ പോലെയോ അല്ലെങ്കിൽ സുഹൃത്തിനെ പോലെയോ കണ്ടിട്ടുള്ള മീരയാണ്. അവനെ ഭയങ്കരമായിട്ട് റെസ്പെക്റ്റ് ചെയ്യുന്ന ലതയും ലാലുമാണ് അവിടെ നിൽക്കുന്നത്.
അവർ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഇവനോട്. പക്ഷേ അവൻ നോക്കുമ്പോൾ അവനെ കാണുന്നില്ല, അവൻ ഇൻവിസിബിളായി പോവാണ്. ഒരു മനുഷ്യൻ്റെ ലൈഫിലെ ഏറ്റവും പെയിൻഫുള്ളായിട്ടുള്ളൊരു മൊമെൻ്റാണ് നമ്മൾ ഇൻവിസിബിളായി പോകുക എന്നുള്ളത്. ഒരാൾക്കൂട്ടത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രിയപ്പെട്ടവരായി കരുതുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ അവർ കാണുന്നില്ല. ആരോടും മിണ്ടാനും ആരുടെയും മുഖത്ത് നോക്കാനില്ലാതിരിക്കുക എന്ന് പറയുന്നത്, ഏതെങ്കിലും ഒരു കൂട്ടുകാരനെ മാത്രം പ്രതീക്ഷിച്ച് ഒരു ഇവൻറ്റിന് പോയിട്ടുള്ള ഒരു ഇൻട്രോവേർട്ടാണ് നിങ്ങളെങ്കിൽ, ആ കൂട്ടുകാരെ നിങ്ങളെ ഇട്ട് പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറൊരാൾക്ക് ഷെയ്ക്കാൻ എടുത്ത് വേറൊരു വഴിക്ക് പോയിട്ടുണ്ടെങ്കിൽ, കുറച്ച് സമയം ഞാൻ ഈ പറഞ്ഞിട്ടുള്ള ഇമോഷൻ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാകും. ഒറ്റയ്ക്കായിപ്പോവും, നമ്മൾ ഇൻവിസിബിളായി പോകുന്ന പോലെയൊക്കെ തോന്നും. അത് ഭയങ്കര പെയിൻഫുള്ളാണ്. അത് അനുഭവിച്ച് എന്നാലും സാരമില്ല, അവർ ഹാപ്പി ആണല്ലോ എന്ന് പറഞ്ഞ് മുന്നോട്ട് നടക്കുന്ന മോനപ്പൻ. പക്ഷേ മോനപ്പൻ്റെ മുമ്പിലേക്ക് ലാല് വരികയാണ്. അവരുടെ ഒരു ഗിഫ്റ്റായിട്ട് അവനൊരു സൈക്കിൾ കൊടുക്കുകയാണ്. ആ സൈക്കിൾ ഓടിച്ചാണ് അവൻ നേരെ ആ മഠത്തിലേക്ക് ചെന്ന് കയറുന്നത്. പക്ഷേ സൈക്കിൾ കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ അവിടെ എല്ലാവരെയും കാണിച്ച് സൈക്കിൾ ചവിട്ടി നടക്കുക, ഇതൊന്നും അല്ല അവൻ ചെയ്തത്. സൈക്കിൾ അവൻ കൊണ്ടുപോയി അവിടെ വെച്ചു. അതിനുശേഷം അവൻ കന്യാസ്ത്രീ അമ്മയുടെ മുറിയിലേക്ക് പോയിട്ട്, അവർക്ക് പനിയാണ് പോകല്ലേന്ന് പലരും പറഞ്ഞിട്ടും അവൻ അങ്ങോട്ടേക്ക് കയറി ചെന്ന് നേരെ അവരെ കെട്ടിപ്പിടിച്ചൊരൊറ്റ വീഴ്ചയാണ്. ആ വീഴ്ചയാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഒറ്റപ്പെടൽ അനുഭവപ്പെട്ടിട്ടുള്ള നിമിഷങ്ങളിലും ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡാവുന്നു, ഇമോഷണലിയോ ഫിസിക്കലിയോ ഒക്കെ ടയേർഡാവുന്നെന്ന് തോന്നുമ്പോഴൊക്കെ കിടക്കുന്ന ഒരു പാറ്റേൺ ആണ്. അതെനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പോൾ അവൻ അങ്ങനെ കിടക്കുകയാണ്. അവിടെ റോഹൻ അച്ഛനെ കിട്ടി, മീരയ്ക്ക് അമ്മയെ കിട്ടി. അവരിനി ഒരു വീട്ടിൽ നിന്നാണ് പോയി വരിക. അവർ ഇടയ്ക്ക് പോയി കാണാൻ പറ്റും, കളിക്കാൻ പറ്റും കൂട്ടുകാരൊക്കെ ആയിട്ട്. പക്ഷെ അവരിപ്പോൾ അവരുടെ ഹാപ്പി സ്റ്റേറ്റിലാണ്. മോനപ്പൻ്റെയും കൂടി എഫേർട്ടാണ് അവരുടെ ഒരുമിച്ചുള്ള സന്തോഷം. അത് ചെയ്തതിൻ്റെ ഒരു സംതൃപ്തി അവനുണ്ടാവും. പക്ഷേ അവൻ ഇനിയും ഒറ്റയ്ക്ക് ആവുകയാണോ എന്ന് പറയുന്നൊരു തോന്നൽ അവിടെയുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, റോഹൻ എന്തുകൊണ്ടായിരിക്കും എന്നെ അനിയനാക്കാവോ അണ്ണാന്നൊക്കെ ചോദിച്ചിട്ടുണ്ടാവുക. അവനൊരു ഫിഗർ വേണം, അവൻ്റെ മൂത്ത ആൾ, മുതിർന്ന ആൾ എന്ന് പറയുന്ന. എൻ്റെ അച്ഛൻ ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മരിച്ചിട്ടുള്ള ഒരാളാണ്. അച്ഛനില്ല എന്ന് പറയുന്ന ഒരു കുറവ് ഒരു തരത്തിലും അനുഭവിക്കാത്ത രീതിയിൽ തന്നെയാണ് അമ്മ എന്നെ വളർത്തിയിട്ടുള്ളത്. എനിക്ക് അനിയനുണ്ടായിരുന്നു, അനിയത്തിമാരുണ്ടായിരുന്നു. അനിയനും അനിയത്തിമാരും ഒക്കെ അവരുടെ ലൈഫിലെ പല തീരുമാനങ്ങളും എടുക്കുന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്, ഞാനിവിടെ ഉണ്ട്, നിങ്ങൾ ധൈര്യമായിട്ട് എന്താ തീരുമാനം എന്ന് വെച്ചെടുത്തോ, ഞാൻ നോക്കിക്കോളാം ബാക്കി കാര്യങ്ങൾ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷേ എവിടെയൊക്കെയോ ഞാനൊരു ചേട്ടനെയോ ചേച്ചിയോ മിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനൊരു ഇവൻറ്റിലൊരു മത്സരത്തിൽ ജയിച്ചതിന് ശേഷം, അത് പത്രത്തിലൊക്കെ വാർത്തയായിരുന്നു, അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. അതിനുശേഷം ഒരുപാട് ആളുകൾ എനിക്ക് കത്തുകൾ അയച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചേച്ചിയാണ്, ചേട്ടനാണ് എന്നൊക്കെ സ്വയം അഭിസംബോധന ചെയ്തിട്ട് എനിക്ക് അയച്ചിട്ടുള്ള കത്തുകളൊക്കെ ഞാൻ ഇന്നും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനൊരു ചേച്ചിയോ ചേട്ടനോ എനിക്കുണ്ടായിരുന്നെങ്കിൽ എനിക്കും എൻ്റെ ലൈഫിൽ ചില തീരുമാനങ്ങൾ എടുക്കാമായിരുന്നു. ഞാൻ ചില തീരുമാനങ്ങൾ എടുത്താൽ എൻ്റെ താഴെയുള്ള ആളുകൾക്ക് അവർക്കിഷ്ടമുള്ള ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ മാറ്റിവെച്ച തീരുമാനങ്ങളുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ 20കളിലൊക്കെ ചെയ്തിട്ടുള്ള എത്രയോ തെറ്റുകൾ അച്ഛനോ ചേട്ടനോ ഉണ്ടായിരുന്നെങ്കിൽ തിരുത്തി തന്നേനെ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനൊരു ഫിഗർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്ന ആഗ്രഹത്തിൻ്റെ പുറത്താണ് അവൻ മോനപ്പനോട് ചോദിക്കുന്നത്, എന്നെ അണ്ണൻ്റെ അനിയനാക്കാവോ എന്നുള്ളത്. അവന് അച്ഛനെ കിട്ടി, ഇനിയിപ്പോൾ ഒരു ചേട്ടൻ സ്ഥാനം എത്രത്തോളം അവന് ആവശ്യമായി വരും എന്ന് പറയുന്ന ഒരു ചോദ്യം തന്നെ അവിടെയുണ്ട്. പക്ഷേ അങ്ങനെ വന്ന് കിടക്കുന്ന മോനപ്പനെ കാത്തിരുന്നൊരു സർപ്രൈസ് എന്ന് പറയുന്നത്, അവർ ഈ സിനിമയുടെ ഇടയ്ക്ക് വെച്ചിട്ടൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു, നമുക്ക് കുറച്ചും കൂടി കുട്ടികളെ വളർത്തിക്കൂടെ എന്നുള്ളത് സിസ്റ്റർമാരും തമ്മിലുള്ളൊരു സംസാരമാണ്. ആ സംസാരത്തിൻ്റെ ഒരു റിസൾട്ടായിട്ടാണ് അവർ വീണ്ടും കൂടുതൽ കുട്ടികളെ മഠത്തിൽ വളർത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് വരുന്നു. കുറേയും കൂടി കുട്ടികൾ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ആ കുട്ടികൾക്ക് മുഴുവൻ നിങ്ങളുടെ ചേട്ടനാണ് ഇവൻ എന്ന് പറഞ്ഞ് മോനപ്പനെ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. നീ നോക്കണം ഇവരെ എന്ന് പറഞ്ഞാൽ അവനെ ഏൽപ്പിക്കുകയാണ്. അപ്പോൾ അവന് ഓരോ കുട്ടികളുടെ അടുത്ത് പോയിട്ട് നിനക്ക് മീശ ഉണ്ടോടാ, ഇവനാൾ കൊള്ളാലോ, ഇവൻ ഭയങ്കര കുസൃതിയാണ് എന്നൊക്കെ പറയുന്ന പോലെ ഡയലോഗൊക്കെ പറഞ്ഞാൽ കുട്ടികളോട് ചിരിച്ച് കളിച്ചിരിക്കുന്നിടത്താണ് സിനിമ അവസാനിക്കുന്നത്. അവന് കമ്പാനിയൻസിനെ കിട്ടുകയാണ്. അവന് കൂടെ നടക്കാനും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അവൻ്റെ കൂടെ കളിക്കാനും ഒക്കെയുള്ള ആളുകളെ കിട്ടുകയാണ്. കമ്പാനിയൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ഭയങ്കര സാധനമാണ്. അത് ഏത് രൂപത്തിൽ ഏത് പാക്കേജിൽ വരുന്നു എന്നുള്ളതല്ല. നമ്മൾ ജോൺ വിക്ക് സിനിമയെക്കുറിച്ച് പറയും, ഒരു പട്ടിയെ കൊന്നതിൻ്റെ പേരിലൊക്കെ കൊല്ലാൻ ഇറങ്ങുമെന്ന്. അതേ ഉള്ളൂ ആകെ തനിക്ക് കൂട്ടായി എന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരാൾക്ക് അത് നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പെയിൻ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ കുറേ കൂട്ടുകാരെ കിട്ടുന്ന, അതായത് തൻ്റേതെന്ന് പറയാവുന്ന കുറേ ആളുകളെ അവന് കിട്ടുന്നത് പോലത്തെ ഒരു ഫീലാണ്. റോഹനും മീരയ്ക്കും അവരുടെ ഫാമിലിയെ കിട്ടിയതുപോലെ അവനിവിടെ ഒരു ഫാമിലി ഉണ്ടാവുകയാണ്. അതിനെ അവൻ അങ്ങനെ കണ്ടു തുടങ്ങുകയാണ്. ഒരുപാട് പേര് ആ സിനിമയുടെ താഴെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടും ആ സിനിമ ഇറങ്ങിയ സമയത്ത് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, എന്തുകൊണ്ട് സിദ്ദിഖിൻ്റെ ക്യാരക്ടറും പുള്ളിയുടെ വൈഫിൻ്റെ ക്യാരക്ടറും അവർ കുഞ്ഞുങ്ങളില്ല, ഇപ്പോൾ എന്തെങ്കിലും ശാരീരിക പ്രശ്നങ്ങളുള്ള ഒരു കുഞ്ഞാണെങ്കിൽ പോലും ഒരു കുഞ്ഞ് ജനിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന പോലെയാണ് ആ ക്യാരക്ടേഴ്സ് സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന അവർക്ക് എന്തുകൊണ്ട് ഇവനെ ദത്തെടുത്തുകൂടായിരുന്നു എന്ന് പറയുന്ന ഒരു ചോദ്യം, അങ്ങനെ ദത്തെടുത്തിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നുള്ളത്. പക്ഷേ സിദ്ദിഖ് അവതരിപ്പിച്ചിരിക്കുന്ന ഈ സിനിമയിലെ കഥാപാത്രം എന്ന് പറയുന്നത് അവർ മോനപ്പനെ വളർത്താൻ മാത്രം പോരാ. കാരണം മോനപ്പൻ അത്രയും ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ഈ പെയിൻസിനെയൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുള്ള ഒരാളാണ്. അവന്
അവനെ ക്യാരി ചെയ്യുക എന്ന് പറയുന്നത് എത്രത്തോളം പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. അവന് സങ്കടം വന്നപ്പോൾ അവന് ഓടി വന്നത് മദറിൻ്റെ അടുത്താണ്, വേറെ എവിടെയും അവൻ പോയിട്ടില്ല. ഇത്രയും വർഷങ്ങളുണ്ട്, 10-12 വർഷം അവിടെ ജനിച്ച് ജീവിച്ച് വളർന്ന് അവൻ അവിടെ സെറ്റിലാണ്. അവൻ്റെ സന്തോഷങ്ങളും സങ്കടങ്ങളും അവൻ്റെ ലൈഫ് സ്റ്റൈലും എല്ലാം അവനവിടെ, അവൻ്റെ റൂട്ട് അവിടെ സെറ്റാണ്. അപ്പോൾ അവനെ അവിടെ നിന്ന് ഇനി പറിച്ചുകൊണ്ട് പോയി പുതിയത് പഠിപ്പിച്ചെടുത്ത് മാറ്റിയെടുക്കുക എന്ന് പറയുന്നത് എനിക്കറിയില്ല അത് എത്രത്തോളം പോസിബിളാണ് ആ കുട്ടിയെ സംബന്ധിച്ചെന്നുള്ളത്. മാത്രമല്ല അവൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ, അവൻ സോൾവ് ചെയ്ത വിഷയമാണിത്. ഈ വിഷയം സോൾവ് ചെയ്യാൻ ഈ ഫ്രണ്ടിൻ്റെ വൈഫും കൂടി തലയും കുത്തി നിന്നിട്ട് നടന്നിട്ടില്ല. അപ്പം എനിക്ക് തോന്നുന്നില്ല അങ്ങനെ. മാത്രമല്ല അനാഥാലയത്തിൽ നിൽക്കുന്ന, അങ്ങനെ വളർന്നിട്ടുള്ള അല്ലെങ്കിൽ ഒരു മഠത്തിൽ നിന്ന് വളർന്നിട്ടുള്ള ആ കുഞ്ഞിനെ സംബന്ധിച്ച് അച്ഛനെയും അമ്മയും കിട്ടുക എന്ന് പറയുന്നത് അതൊരു രക്ഷപ്പെടലായി മാറുകയും ഇതൊരു ശിക്ഷയുമായിട്ട് ഒരിക്കലും ചിത്രീകരിക്കപ്പെടാൻ പാടില്ല. സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും ആളുകളുള്ള ഒരു സാഹചര്യത്തിൽ സന്തോഷത്തോടു കൂടി ഒരു കുഞ്ഞിന് അവൻ്റെ കുട്ടിക്കാലത്ത് ആവശ്യമായ സൗകര്യങ്ങൾ കിട്ടി വളരുക എന്നുള്ളതാണ് പ്രധാനം. നല്ലൊരു അന്തരീക്ഷത്തിൽ കുഞ്ഞുങ്ങൾ വളരുക, സേഫായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറിൽ കുട്ടികൾ വളരുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ ഇത് കുറച്ച് കണ്ടിട്ട് ഇവിടുന്ന് അവൻ രക്ഷപ്പെട്ടു പോയി എന്ന് പറയുന്നൊരു ഇമേജ് അവർ ഈ സിനിമയിൽ കൊണ്ടുവന്നില്ല എന്നുള്ളത് എനിക്കൊരു വലിയ പോസിറ്റീവ് ഘടകമായിട്ടാണ് ഫീൽ ചെയ്തത്. നിങ്ങളും പറ്റുമെങ്കിൽ ഈ സിനിമ ഒരു വട്ടം കണ്ടു നോക്കാനേ ഞാൻ പറയുള്ളൂ. ഒറ്റപ്പെടലിനെ കുറിച്ച്, ഒരു കമ്പാനിയൻ ഉണ്ടാകുമ്പോഴുള്ള സന്തോഷത്തെക്കുറിച്ച്, ഒരു ചേട്ടൻ ഉണ്ടാവുക, ചേച്ചി ഉണ്ടാവുക, അനിയൻ ഉണ്ടാവുക, ഇതൊക്കെ ഓരോ ആൾക്കാരൊക്കെ എന്തുമാത്രം ഇതിനു വേണ്ടി കൊതിക്കുന്നുണ്ട്, കണക്ഷൻസിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്നർ ചൈൽഡ്, ഒരു പക്ഷേ ഈ സിനിമയിലെ ചില ഡയലോഗുകൾ കാണുമ്പോൾ നിങ്ങളുടെ കണ്ണ് നിറയും. ഞാനും ഈ സിനിമ എത്ര വർഷം, 25 കൊല്ലം മുമ്പുള്ള ഈ സിനിമ കാണുമ്പോൾ ഇന്നും എൻ്റെ കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു ചില ഡയലോഗുകൾ വരുമ്പോൾ. കാരണം ആ ഡയലോഗുകളിൽ ചിലതെങ്കിലും എൻ്റെ ഇന്നർ ചൈൽഡ്, എൻ്റെ ഉള്ളിൽ കിടക്കുന്ന കുഞ്ഞ് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളോ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളോ ആയതുകൊണ്ടാണ്. നിങ്ങളും കണ്ടു നോക്കൂ, ഇതിലേതെങ്കിലുമൊക്കെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ നിങ്ങളുടെയും കണ്ണ് നനയിക്കും. കാരണം നിങ്ങളുടെ ഉള്ളിലെ ഇന്നർ ചൈൽഡിന് അതാവശ്യമാണ്. സോ നമ്മൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് ഒരു November 14th ഒരു ചിൽഡ്രൻസ് ഡേയിൽ. നിങ്ങളുടെ ഇന്നർ ചൈൽഡിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു നോക്കിയേ. യൂട്യൂബിൽ സിനിമ അവൈലബിൾ ആണ്. ഇറ്റ്സ് എ ഗുഡ് വാച്ച്. ഒരുപാട് ഇമോഷൻസിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഒരു നല്ല സിനിമ അനുഭവം. തെറ്റുകളൊക്കെ ആളുകൾ തിരുത്തട്ടെ, തിരുത്തലുകളെ അംഗീകരിക്കട്ടെ, മനസ്സറിഞ്ഞുള്ള പശ്ചാത്താപങ്ങൾ ക്ഷമിക്കാൻ പറ്റുകയാണെങ്കിൽ, ക്ഷമിക്കാൻ പറ്റുന്നവർ മാത്രം ക്ഷമിക്കട്ടെ. എല്ലാ കുഞ്ഞുങ്ങളും സന്തോഷകരമായിട്ടുള്ള സേഫായിട്ടുള്ള ഒരു സ്ഥലത്ത്, ഒരിടത്ത് വളരാൻ ഇടവരട്ടെ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആംബിയൻസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റാത്തിടത്തോളം ഒരു കുഞ്ഞിനെയും ഈ ലോകത്തേക്ക് കൊണ്ടുവരരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക. ബൈ.